ഞാനൊരു 5 മിനിറ്റ് എൻട്രി ടൈം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാട്ടോ ഇത്ര നേരം വെയിറ്റ് ചെയ്തേ. അപ്പൊ ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. എന്റെ പേര് രശ്മി എന്നാണ്. എന്റെ സ്ഥലം വരുന്നത് കോഴിക്കോട് വടകര. ഞാൻ മാരീഡ് ആണ്. എനിക്കൊരു 4 വയസ്സായിട്ടുള്ള ചെറിയൊരു മോനൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ എങ്ങനെയാണോ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നത്, അതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ വന്ന ഒരു വ്യക്തിയാണ് ഞാനും. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ബേസിക്കലി ഡയറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ കൊറോണയുടെ ആ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പം ഞാനാണെങ്കിലും കൊച്ചൊക്കെ ഉണ്ടായി വർക്കിലൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് വന്നിരിക്കുന്ന ആ ഒരു സമയത്താണ് ഞാനും ഇതിലേക്ക് വന്നത്. നിങ്ങളൊക്കെ അധികം ഒരു വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ വി ആർ ഹയറിങ് എന്നൊക്കെയുള്ള ഒരു രീതിയിൽ ഒരു പോസ്റ്റർ ഒക്കെ കണ്ടിട്ടായിരിക്കാം നിങ്ങൾ ഇതിലേക്ക് വന്നേക്കുന്നത് അല്ലെ? ഞാനും സെയിം അതുപോലെ തന്നെയായിരുന്നു. അതായത് ആ ഒരു വർക്കിലൊക്കെ ഗ്യാപ്പ് വന്നിങ്ങനെ ആ കൊറോണ കാലത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ സ്റ്റാറ്റസ് നോക്കിയിരിക്കുന്ന ഒരു സമയത്ത് എന്റെ കോഴിക്കോട് മിംസിലെ ഡയറ്റീഷ്യൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്, ഒരു ചേച്ചി ഇങ്ങനെ വെറുതെ സ്റ്റാറ്റസ് ഇട്ടതാണ്. അപ്പൊ ഞാനിങ്ങനെ സ്റ്റാറ്റസ് നോക്കിപ്പോയ ടൈമില് ഇത് കണ്ടു. അപ്പൊ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇത് എന്താ സംഭവം എന്ന്. അല്ലാതെ സീരിയസ് ആയിട്ട് പാർട്ട് ടൈം അന്വേഷിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഫറോറിനെ നേരത്തെ കേട്ട് വന്ന ആളോ ഒന്നും അല്ലായിരുന്നു. വെറുതെ ആ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് അതിലൊന്ന് കണ്ണുടക്കി. അപ്പൊ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ ആ ചേച്ചി പറഞ്ഞ എത്രേ ഉള്ളൂ, അതെന്റെ ഫ്രണ്ടാണ്, അവള് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്പറിൽ മെസ്സേജ് അയച്ചു. അപ്പൊ എനിക്ക് സ്പോൺസർ ആയിട്ട് കിട്ടിയത് കണ്ണൂരുള്ള ഒരു ചേച്ചിയാണ്. ഞാൻ ഡയറക്റ്റ് ആ ചേച്ചിയെ വിളിച്ചതിന് ശേഷം ഞാൻ എത്ര ചോദിച്ചുള്ളൂ, ചേച്ചി ഞാനിങ്ങനെ ഡയറ്റീഷ്യൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഹോസ്പിറ്റലാണ് ഫീൽഡ്, ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധമില്ല, ഇങ്ങനെ ഒരു കമ്പനിയെ പറ്റി കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, എന്റെ ഈ ഒരു ചെറിയ കുട്ടിയെ വെച്ചിട്ട് വീട്ടിലിരുന്നിട്ട് എനിക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രമേ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചുള്ളൂ. അപ്പൊ ആ ചേച്ചിയാണെങ്കിൽ എന്നോട് പറഞ്ഞു തന്ന ഒരു കാര്യം ഇത്രേ ഉള്ളൂ. ആ ചേച്ചിക്ക് ഒരു 10 മാസം പ്രായമായിട്ടുള്ള ഒരു മോള് ഉണ്ടായിരുന്നു. അപ്പൊ അവരെന്നോട് പറഞ്ഞ ഇത്രേ ഉള്ളൂ, എനിക്ക് 10 മാസം പ്രായമായിട്ടുള്ള ഒരു മോളുണ്ട്. അപ്പൊ അവളെ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തനിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്നുള്ള ഒരു സജഷൻ മാത്രമാണ് ആ ചേച്ചി പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ വരൂ ചേരൂ എന്നൊന്നും അല്ല പറയുന്നത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഞാനും വിചാരിച്ചു എന്തായാലും നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന ആ ഒരു സമയമാണ്, ഇഷ്ടംപോലെ ഫോണിൽ ഒരുപാട് റീൽസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ട് ഒരുപാട് സമയം കളയുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു സമയം ഇവിടെ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാനും നിങ്ങളെ പോലെ തന്നെ ഈ ഒരു 5 ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഡിക്റ്റേഷൻ കഴിഞ്ഞു. 5 ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഫറോറിന്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയത്. അങ്ങനെ 2 വർഷം മുന്നേ ജനുവരി 6 വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ജനുവരി 26 ആയപ്പോഴത്തേക്ക് അസിസ്റ്റന്റ് സൂപ്പർവൈസർ ലെവൽ അച്ചീവ് ചെയ്തു. മാർച്ചിൽ സൂപ്പർവൈസറായി, ജൂണിൽ അസിസ്റ്റന്റ് മാനേജറായി, ജൂലൈയിൽ മാനേജർ ലെവൽ അച്ചീവ് ചെയ്തു. ഇപ്പൊ നമ്മുടെ ഫറോറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കറക്റ്റ് 2.5 വർഷമായി. 6ാം മാസമാണ് ഞാനിവിടെ ഒരു മാനേജർ ലെവൽ അച്ചീവ് ചെയ്തത്. എനിക്കറിയാം ഈ ഒരു മീറ്റിൽ ഇന്ന് ഒരുപാട് വ്യക്തികളുണ്ട്. അതിൽ തന്നെ ഒരുപാട് ഹൗസ് വൈഫ് സ്റ്റുഡൻസ്, വർക്ക് ചെയ്യുന്ന വ്യക്തികൾ, ബോയ്സ് ഗേൾസ് എല്ലാവരും എന്നെ കേട്ടോണ്ടിരിക്കുകയാണ്. കുറെ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം അല്ലെ? അതായത് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു, എന്നാലും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡി ക്രിയേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ഒരു 2-3 സെഷനൊക്കെ എത്തി നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അധികവും. നിങ്ങൾക്ക് എന്നാലും ഒരു ഐഡിയ ശരിക്കും വർക്കിനെ പറ്റിയൊക്കെ ആണെങ്കിലും നല്ലൊരു ഐഡിയ കിട്ടിയിട്ടില്ല എന്നറിയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു മീറ്റാണിത്. ആദ്യം തന്നെ പറയാം, ഇതൊരു 1 അവർ സെക്ഷനാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റാണിത്. കാരണം ഈ ഒരു സമയത്ത് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ, ഇത് തട്ടിപ്പാണോ ഫേക്കാണോ, എത്രത്തോളം ജെനുവിൻ ആണ്, സ്പോൺസർ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തി എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ കുറെ സംശയങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് അറിയാം. അപ്പൊ അതിനൊക്കെയുള്ള എല്ലാ ആൻസറും ഈ ഒരു മീറ്റിൽ പറയുന്നുണ്ട്. ആദ്യം തന്നെ പറയാം, ഇതൊരു 1 അവർ സെക്ഷൻ ആണ്. നിങ്ങൾ വേറെ എന്തെങ്കിലും പണിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടുള്ളൂ. അല്ലാതെ ഇപ്പം ആദ്യം കുറച്ച് കേട്ടു പിന്നെ ലെഫ്റ്റ് ആയി പോയി പിന്നെ കുറച്ച് വന്ന് കേട്ടിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഒന്നും ക്ലിയർ ആവില്ല, മനസ്സിലാവില്ല, ഒരു ഐഡിയ കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൂടിപ്പോയാൽ ഒരു 1 അവറും അങ്ങേയറ്റം പോയാൽ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് എന്തായാലും ഈ ഒരു മീറ്റ് ഉണ്ടാകും. കാരണം അതിനപ്പുറത്തേക്ക് ഈ ഒരു മീറ്റിൽ പറഞ്ഞു തരുന്ന ഒരു പോയിന്റ്സ് എനിക്ക് വിട്ട് കളയാനില്ല. അത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് എനിക്ക് പറഞ്ഞു തരാനുണ്ട്. അപ്പൊ വേറെ എന്തെങ്കിലും പണിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കുക, 1 അവർ ഇവിടെ സ്പെൻഡ് ചെയ്യുക. ഓക്കെ. പിന്നെ എനിക്കറിയാം കുറെ സംശയങ്ങളും ഡൗട്ടൊക്കെ എന്തായാലും ഉണ്ടാവുന്നല്ലോ. ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് നിങ്ങളാരും ചാറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ടൈം തരാം. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആക്കാം. ഓക്കെ. പിന്നെ പ്രത്യേകം പറയുകയാണ്, ഈ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സ്പോൺസറിന് 1 മിനിറ്റ് ഒരു ഫീഡ്ബാക്ക്, ഒരു വോയിസ് കൊടുത്തേക്ക്, എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ ഹാപ്പി ആണോ, ഓക്കെ ആണോ, കാര്യങ്ങളൊക്കെ മനസ്സിലായോ എന്നുള്ളത് ഈ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം മസ്റ്റ് ആയിട്ട് ഫീഡ്ബാക്ക് വോയിസിൽ തന്നെ കൊടുക്കുക. ആ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്ന വ്യക്തികളെ മാത്രമേ സ്പോൺസേഴ്സ് അടുത്ത സെക്ഷനിലേക്ക് കടത്തി വിടുള്ളൂ. പിന്നെ റേഞ്ച് ഒക്കെ ഉള്ളിടത്തൊന്നും ഇരിക്കാൻ നോക്കണം, അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ കട്ടായി പോകും. പിന്നെ അറിയാലോ സൂം ആയതുകൊണ്ട് തന്നെ അധികം ക്ലാരിറ്റിയോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് റേഞ്ച് ഒക്കെ ഉള്ളിടത്ത് ഇരിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ സമയം കളയുന്നില്ല, അതായത് കാര്യത്തിലേക്ക് വരാം. അതായത് നമ്മുടെ ഫൊറോർ എന്ന ഈ ഒരു കമ്പനി, ഇപ്പം ശരിക്കും ഞാനൊക്കെ ഈ ഒരു ഫൊറോറിലേക്ക് വരുന്ന സമയത്ത് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 12 മാനേജേഴ്സ് ഒക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഫൊറോറിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ എടുത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഒരു 65+ മാനേജേഴ്സ് മാത്രമാണ് കേട്ടോ. മാനേജേഴ്സ് ആണ് ശരിക്കും ഫോറവറിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് തന്നെ ഉള്ളത്. 65+ മാനേജേഴ്സ്. അതായത് കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഫോറവർ എന്ന ഈ ഒരു കമ്പനി വേൾഡിലെ തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആകാൻ വേണ്ടി നമുക്ക് ശരിക്കും ഒരു 3 കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഇൻകം പൊട്ടൻഷ്യൽ. അതായത് നമുക്ക് ഇവിടെ 2 രീതിയിൽ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്ന് ആക്റ്റീവ് ഇൻകം, 2 പാസീവ് ഇൻകം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ ഉൾപ്പെടെ 169 കൺട്രീസിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, 40 മില്യൺ വർക്കേഴ്സ് ആണ് നമുക്ക് ശരിക്കും ഫോറവറിനുള്ളത്. ഈ ഒരു 3 കാരണങ്ങൾ കൊണ്ടാണ് ഫോറവർ എന്ന ഈ ഒരു കമ്പനി വേൾഡിലെ തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആവാൻ വേണ്ടി കാരണം. അതായത് വേൾഡിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പേ ഔട്ട് നൽകുന്ന ഒരേ ഒരു കമ്പനി നമ്മുടെ ഫോറവർ ആണ്. ഇനി എന്താണ് ആക്റ്റീവ് ഇൻകം, എന്താണ് പാസീവ് ഇൻകം? നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കാര്യം ആലോചിച്ചാൽ മതി. ഇനിയിപ്പോൾ ജോലിയൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നതായിട്ട് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ആക്റ്റീവ് ഇൻകം, എന്താണ് പാസീവ് ഇൻകം എന്നുള്ളത്. ഇപ്പൊ ആക്റ്റീവ് ഇൻകം മീൻസ് ഇത്രേ ഉള്ളൂ. അതായത് നമ്മളിപ്പം എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു സമയം ഉണ്ടായിരിക്കും അല്ലെ, ഒരു 9 to 5 അല്ലെങ്കിൽ ഒരു 10 to 6 എന്നൊക്കെയുള്ള രീതിയിൽ എന്തായാലും ഒരു ടൈമിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എപ്പോഴാണോ നമ്മൾ ആക്റ്റീവായിട്ട് ഒന്ന് വർക്ക് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഇൻകത്തെയാണ് നമ്മൾ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി ഒരു 9 to 5 ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു 9 to 5 അയാൾ എപ്പോഴാണോ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ആ ഒരു ടൈമിൽ മാത്രം അയാൾക്ക് കിട്ടുന്ന ഇൻകത്തെയാണ് നമ്മൾ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. ഇനിയിപ്പോ പാസീവ് ഇൻകം മീൻസ് ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ എന്ത് ജോലി ചെയ്താലും നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാർ എന്തായാലും ഉണ്ടാവും അല്ലെ. എന്താണെങ്കിലും ഒരു 1-2 പേര് ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവാതിരിക്കത്തില്ല. അപ്പം നിങ്ങളെയൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെയൊക്കെ മൊത്തത്തിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു മനുഷ്യൻ എന്തായാലും മേലുണ്ട് അല്ലെ. എല്ലാ ജോലിക്കും ഒരു ഓണർ അല്ലെങ്കിൽ ഒരു ഉടമസ്ഥൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്തായാലും മേലുണ്ട്. അപ്പം അവർ വർക്ക് ചെയ്യുന്ന ടൈമിൽ, അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ അവർ ചിലപ്പോൾ കിടന്നുറങ്ങുമായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാവലിംഗിലായിരുന്നായിരിക്കാം. പക്ഷെ അയാൾ മാസം വർക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അയാൾക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അവിടെ എല്ലാ മാസവും കിട്ടുന്നുണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം മീൻസ് നമ്മൾ എപ്പോഴാണോ ആക്റ്റീവായിട്ട് ഒന്ന് വർക്ക് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തെയാണ് നമ്മൾ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. ഇനിയിപ്പോ പാസീവ് ഇൻകം മീൻസ് നമ്മളിപ്പം വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഒരു ഇൻകം നമുക്ക് അവിടെ സൈഡിൽ കൂടെ കിട്ടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ കമ്പനിയിൽ ഈ പറഞ്ഞ ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകം ഒക്കെ കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പൊ അതിന് മുന്നേ നമ്മളിവിടെ കുറച്ച് റാങ്കുകൾ അറിഞ്ഞിരിക്കാണ്ട്. അതായത് നമ്മളെല്ലാ ആൾക്കാരും സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് പ്രിഫേർഡ് കസ്റ്റമറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം അടുത്തത് അസിസ്റ്റന്റ് സൂപ്പർവൈസർ. അതായത് നമ്മളിവിടെ റാങ്കുകൾ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കോൺസിക്യൂട്ടീവ് 2 മന്ത്സിലായിരിക്കും നമ്മൾ ഓരോ റാങ്കുകളും അച്ചീവ് ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും അടുപ്പിച്ചുള്ള ഒരു 2 മാസത്തിനുള്ളിലായിരിക്കും നമ്മൾ ഓരോ റാങ്കുകളും അച്ചീവ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് പ്രിഫേർഡ് കസ്റ്റമറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്തത് അസിസ്റ്റന്റ് സൂപ്പർവൈസർ. അതായത് ഏതെങ്കിലും അടുപ്പിച്ചുള്ള ഒരു 2 മാസത്തിനുള്ളിൽ നമ്മൾ 2 CC കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളവിടെ ഡയറക്റ്റ് അസിസ്റ്റന്റ് സൂപ്പർവൈസർ ലെവൽ അച്ചീവ് ചെയ്യുന്നത്. അടുത്തത് സൂപ്പർവൈസർ. അതായത് ഏതെങ്കിലും അടുപ്പിച്ചുള്ള ഒരു 2 മാസത്തിനുള്ളിൽ 25 CC വരുമ്പോഴാണ് നമ്മളവിടെ സൂപ്പർവൈസർ ലെവൽ അച്ചീവ് ചെയ്യുന്നത്. അടുത്തത് അസിസ്റ്റന്റ് മാനേജർ. അതായത് അടുപ്പിച്ചുള്ള 2 മാസത്തിനുള്ളിൽ 75 CC വരുമ്പോഴാണ് അസിസ്റ്റന്റ് മാനേജർ ലെവൽ അച്ചീവ് ചെയ്യുന്നത്. അടുത്തത് മാനേജർ. അതായത് ഏതെങ്കിലും അടുപ്പിച്ചുള്ള ഒരു 2 മാസത്തിനുള്ളിൽ 120 CCയോ അല്ലെങ്കിൽ ഏതെങ്കിലും അടുപ്പിച്ചുള്ള ഒരു 4 മാസത്തിനുള്ളിൽ 150 CCയോ ആക്ടിവേറ്റ് ആക്കുമ്പോഴാണ് നമ്മളവിടെ മാനേജർ ലെവൽ അച്ചീവ് ചെയ്യുന്നത്. ഇതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റാങ്കുകൾ. അതായത് പ്രിഫേർഡ് കസ്റ്റമർ, അസിസ്റ്റന്റ് സൂപ്പർവൈസർ, അസിസ്റ്റന്റ് മാനേജർ. ഇതിന്റെ മേലെ ഉണ്ട് കേട്ടോ സീനിയർ മാനേജർ, ഈഗിൾ മാനേജർ, അങ്ങനെ സഫയർ മാനേജർ, അങ്ങനെ കുറെ റാങ്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ടുണ്ട്. ഇതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റാങ്കുകൾ. ഇനി നമുക്കിവിടെ ഇൻകം കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരാള് ഒരു 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഇൻകം വരുന്നത് പിറ്റേ മാസം 15-ാം തീയതി ആയിരിക്കും. അതായത് ഒരാളൊരു 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പിറ്റേ മാസം ഒരു 5-ാം തീയതി 6-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് സൈറ്റിൽ നമുക്ക് ഇൻകം അപ്ഡേറ്റ് ആവും. ഒരു 8-ാം തീയതി 9-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മെയിൽ വരും. നമുക്ക് നമ്മൾ വർക്ക് ചെയ്തതിനനുസരിച്ചുള്ള ഇത്ര എമൗണ്ട് 15-ാം തീയതി ആകുമ്പോഴത്തേക്ക് അക്കൗണ്ടിലേക്ക് വരുന്നു പറഞ്ഞിട്ട് എമൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് മെയിൽ വരും. കറക്റ്റ് 15-ാം തീയതി ആകുമ്പോൾ തന്നെ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. ഇനി ഇൻ കേസ് 15-ാം തീയതി എങ്ങാനും ഞായറാഴ്ചയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവധി ദിവസം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് 13, 14 ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും. 15-നപ്പുറത്തേക്ക് എന്തായാലും പോകത്തില്ല. ഇനി ഈ ഓരോ റാങ്കിലും കിട്ടുന്ന പാസീവ് ഇൻകം എത്രയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രിഫേർഡ് കസ്റ്റമറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം അടുത്തത് AS ആയി കഴിഞ്ഞാൽ നമുക്ക് ആക്റ്റീവ് ഇൻകം ഉണ്ട്. നമ്മൾ പണിയെടുക്കുന്നതിനുള്ള പൈസ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മളിവിടെ ഒരു സൂപ്പർവൈസർ ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി പോളിസി അനുസരിച്ചിട്ട് അയാൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആക്റ്റീവായിട്ട് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഒരു സൂപ്പർവൈസർ ലെവൽ അച്ചീവ് ചെയ്ത വ്യക്തിക്ക് കിട്ടുന്ന പാസീവ് ഇൻകം എന്ന് പറയുന്നത് 25,000 to 30,000 രൂപയായിരിക്കും. അതായത് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഇതൊരു 9 to 5 ജോബ് അല്ല, ഒരു
സാലറി ബേസ്ഡ് അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ മാസാവസാനം അല്ലെങ്കിൽ ഒരു മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ എന്തെങ്കിലും ഒരു ജോലി ചെയ്തു കൊടുത്തതിന് ശേഷം മാസാവസാനം കുറച്ച് പൈസ കിട്ടുന്ന ഒരു പരിപാടി, അങ്ങനത്തെ ഒരു വർക്കല്ല ഇത്. ഇതൊരു 9 to 5 ജോബ് വർക്കല്ല, ബിസിനസ് ആണ്, ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 1 മുതൽ നമ്മളിവിടെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയാണ് മുന്നോട്ട് വരുന്നത്. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഒരു മീറ്റിലിരിക്കുന്ന ഓരോ വ്യക്തികളെയും നമ്മൾ നല്ലൊരു സിസ്റ്റം പഠിപ്പിച്ചു വിട്ടിട്ടാണ് വർക്കിലേക്ക് ഇറക്കുന്നത്. പിന്നെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. അതായത് പിന്നെ ആ ഒരു സിസ്റ്റം നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് ആണ് നമുക്കിവിടെ ഗ്രോത്ത് വരുന്നത്. അല്ലാതെ അവർക്ക് അത്രയും പൈസ കിട്ടിയെന്നാൽ പിന്നെ എനിക്ക് ഇത്രയും പൈസ കിട്ടുമായിരിക്കും എന്ന് മറ്റൊരു വ്യക്തിയുടെ ഇൻകം ആയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും അവിടെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം നിങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു 9 to 5 ജോബ് എന്നുള്ള രീതിയിലല്ല വരുന്നത്, ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന സിസ്റ്റം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്കിവിടെ ഗ്രോത്ത് വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ ഒരു സൂപ്പർവൈസർ ആയി കഴിഞ്ഞാൽ നമ്മളിവിടെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 25 നമ്മുടെ ഇൻകം കൂടാതെ 25,000 to 30,000 അതിനിടയ്ക്ക് വരുന്ന ഒരു എമൗണ്ട് കമ്പനി എല്ലാ മാസവും നമുക്ക് തരും. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇനിയിപ്പോ അടുത്തത് അസിസ്റ്റന്റ് മാനേജർ. സെയിം ഇതുപോലെ തന്നെ നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഒരു അസിസ്റ്റന്റ് മാനേജർ ലെവൽ അച്ചീവ് ചെയ്ത വ്യക്തിക്ക് കിട്ടുന്ന പാസീവ് ഇൻകം എന്ന് പറയുന്നത് 40,000 to 48,000 രൂപയായിരിക്കും. അപ്പൊ അറിയാലോ, ഒരു മാനേജർ ആയി കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന പാസീവ് ഇൻകം എന്ന് പറയുന്നത് 1 lakh above ഉണ്ടാവും. അങ്ങനെ ഇനിയിപ്പം ഈ ഓരോ റാങ്കിലും കിട്ടുന്ന, അതായത് നമ്മളിപ്പോ ഒരു അസിസ്റ്റന്റ് സൂപ്പർവൈസർ ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാർഡൊക്കെ കിട്ടും. കാർഡ് മീൻസ് FBO കാർഡ് എന്ന് പറയും. FBO മീൻസ് ഫോർ അവർ ബിസിനസ് ഓണർ. അത് ചെറിയൊരു ATM പോലത്തെ കാർഡാണ്. പക്ഷെ ആ ഒരു കാർഡ് കൊണ്ട് നമുക്ക് വലിയൊരു വാല്യൂ ഉണ്ട്. അതായത് ആ ഒരു കാർഡ് കൊണ്ട് നമ്മൾ ഫോറവറിന്റെ എവിടെ ചെന്നാലും ഒരു FBOക്ക് എന്തൊക്കെ കിട്ടാവോ ആ വാല്യൂവും ഗുണങ്ങളും എല്ലാം നമുക്കും കിട്ടും. ഇനിയിപ്പോ അടുത്തത് ഒരു സൂപ്പർവൈസർ ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർഡിന് പകരം ഒരു ബാഡ്ജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു അസിസ്റ്റന്റ് മാനേജർ ആയി കഴിഞ്ഞാൽ വെങ്കലത്തിന്റെ ഒരു ബാഡ്ജും, അതുപോലെ തന്നെ ഒരു മാനേജർ ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡിന്റെ ഒരു ബാഡ്ജും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഞാൻ ജസ്റ്റ് എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അതായത് ഞാനിപ്പോ പറഞ്ഞിരുന്നു, ഞാനിപ്പോ കറക്റ്റ് ഒരു 2.5 വർഷമായി ഫൊറോറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്കൊക്കെയാണ് കമ്പനി എനിക്ക് ഇൻകം കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നത് എന്നുള്ളത് ഞാൻ എന്റെ ജസ്റ്റ് സ്ക്രീൻ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. എന്റെ സ്ക്രീൻ ഷെയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തത് January 2022 എന്റെ ഫസ്റ്റ് മന്ത് പേ ഔട്ട് ആണ് നിങ്ങൾ ഈ കാണുന്നത്. 4,402 രൂപയായിരുന്നു എന്റെ ഫസ്റ്റ് മന്ത് പേ ഔട്ട്. പിന്നെ സെക്കൻഡ് മന്ത് February 2022 34,568 രൂപയായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് 7,745 രൂപ കട്ട് ചെയ്തതിന് ശേഷം 26 എന്റെ അക്കൗണ്ടിലേക്ക് വന്നുള്ളൂ. അവിടെ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് പാൻ ഇല്ലായിരുന്നു. അതായത് എനിക്കറിയാം ഓൾറെഡി ഈ ഒരു മീറ്റിലിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഫൊറോറിനെ കേട്ട് വന്ന ആൾക്കാരുണ്ടായിരിക്കാം, ഫൊറോറിനെ അറിയാതെ വരുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മള് സ്പോൺസറിന്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവർ കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നതിന് ശേഷം ID ക്രിയേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുമ്പോഴും, അതായത് നമ്മുടെ BFP ഒക്കെ അറ്റൻഡ് ചെയ്തു, കമ്പനിയെ പറ്റിയൊക്കെ ഏകദേശം മനസ്സിലായി, എന്നാലും ഒരു പേടിയാണ്. ഓൺലൈൻ അല്ലേ, തട്ടിപ്പാണോ, അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, ശരിക്കും വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിൽ കയറിയാൽ തന്നെ ID ക്രിയേഷൻ ഒക്കെ ചെയ്താൽ തന്നെ എന്തെങ്കിലും നമ്മുടെ ഡേറ്റ കാര്യങ്ങളൊക്കെ പോവോ, അങ്ങനെ കുറെ സംശയങ്ങൾ ഒരു സൈഡില്. എന്നാൽ BOP അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ ഒക്കെ കൊള്ളാം, ശരിക്കും ഇതിനകത്ത് എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലേ, മുന്നോട്ട് പോയാലും എന്തെങ്കിലുമൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ള ഒരു മൈൻഡും ഉണ്ട്. എന്നാ പിന്നെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോയേക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്പോൺസറിനോട് പറയുമ്പോഴത്തേക്ക് അവർ പറയുന്ന കാര്യം എന്താ, അടുത്ത സ്റ്റെപ്പ് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പേടിയാണ്, ഇത് സേഫ് ആണോ എന്നുള്ളത് അല്ലെ. അപ്പം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നമ്മൾ പാന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമുക്കിവിടെ 10,000 വരെ ഇൻകം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ആപ്പിൽ പാൻ നമ്പർ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ അവർ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കട്ട് ചെയ്ത് കളയും. അപ്പൊ എനിക്ക് പറ്റിയത് അതായിരുന്നു, കാരണം എനിക്ക് പാൻ ഇല്ലായിരുന്നു. ഞാൻ പാൻ അപ്ലൈ ചെയ്തിട്ട് ഈ നമ്പർ കിട്ടുന്നതിന് തൊട്ട് മുന്നെയാണ് എനിക്ക് ഈ ഒരു എന്താണ് നമ്മുടെ മെയിൽ, അതായത് ഇൻകം മെയിൽ ക്രെഡിറ്റ് ആയത്. അപ്പം അതുകൊണ്ട് തന്നെ എന്റെ ആ ഒരു ആപ്പിൽ പാൻ നമ്പർ അപ്ഡേറ്റഡ് അല്ലാത്ത കാരണമാണ് ഇത്ര എമൗണ്ട് കമ്പനി കട്ട് ചെയ്ത് കളഞ്ഞത്. നമ്മുടെ ഫീസറോത്തിൽ തന്നെ ഇത്ര എമൗണ്ട് കട്ട് ചെയ്ത് പോയ വേറൊരു വ്യക്തിയില്ല, എനിക്ക് മാത്രമാണ് ഇത്ര എമൗണ്ട് കട്ട് ചെയ്ത് പോയത്. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ID ക്രിയേഷൻ കഴിഞ്ഞ ടൈമിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പറഞ്ഞ KYCയും പാനും ഒക്കെ ആണെങ്കിൽ അപ്ഡേറ്റ് ആക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അത് സ്പോൺസറിനോട് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലാസ്റ്റ് പിന്നീട് എപ്പോഴെങ്കിലും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അത് അപ്ഡേറ്റ് ആക്കിയാലും മതി. അത് മറന്നു പോരുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡേറ്റ കാര്യങ്ങളൊന്നും ഇവിടെ എവിടെയും പബ്ലിക് ആവുന്നില്ല. ഓക്കെ, പിന്നെ 3-ാം മാസത്തെ പേ ഔട്ട് ആണ് കാണുന്നത്. മാർച്ച് മാസത്തേത് 54,655, അതിൽ 51 എന്റെ അക്കൗണ്ടിലേക്ക് വന്നിരുന്നത്. പിന്നെ ഏപ്രിൽ മാസം 4-ാം മാസത്തെ പേ ഔട്ട് ആണ് കാണുന്നത്, 97,233 രൂപ.
അതില് 92 എന്റെ അക്കൗണ്ടിലേക്ക് വന്നേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇൻകം ആണ് ആ ഒരു മാസം എനിക്ക് കിട്ടുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഒരു ഹൗസ് വൈഫ് എന്ന നിലയിൽ എനിക്ക് സന്തോഷവും വന്നു, സങ്കടവും വന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ജനുവരി 5-ാം തീയതി വരെ വെറുതെ കൊച്ചിനെ നോക്കി അടുക്കളയിലെ കാര്യം ചെയ്തിരുന്ന സാധാരണ ഒരു ഹൗസ് വൈഫ് തന്നെയായിരുന്നു ഞാൻ. അങ്ങനെ ഇരുന്ന ഒരു വ്യക്തി ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം നോക്കുന്നുണ്ട്, ഹസ്ബൻഡിന്റെ കാര്യം നോക്കുന്നുണ്ട്, കൊച്ചിന്റെ കാര്യം നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് എനിക്ക് കിട്ടിയ ചെറിയൊരു സമയമാണ് ഞാൻ ഇവിടെ കൊടുത്തത്. ആ ഒരു സമയത്തിന്റെ റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പൊ നിങ്ങളാണെങ്കിലും ഇവിടെ ഒരുപാട് ഹൗസ് വൈഫ് ഉണ്ടായിരിക്കാം, സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം, വർക്ക് ചെയ്യുന്ന വ്യക്തികളെല്ലാം നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ എല്ലാവർക്കും ഓരോരുത്തരുടെ തിരക്ക് കാര്യങ്ങളുണ്ട്, എനിക്കറിയാം. എന്നാലും ശരിക്കും ഫറോറിന് ഒരു പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്ക് എത്ര വലിയ തിരക്കുള്ള ഒരു മനുഷ്യനാണെങ്കിൽ പോലും നമുക്കൊരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ചെറുതായിട്ട് ഫ്രീ ആയിട്ട് സമയം കിട്ടാതിരിക്കത്തില്ലല്ലോ. ആ ഒരു അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ ധാരാളമാണ്. ആ അരമണിക്കൂർ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു എന്നതിലാണ് നിങ്ങൾക്ക് ഇവിടെ കാര്യം. അല്ലാതെ ഇത്ര നേരം ഇരുന്നു എന്നതിലല്ല. ആ അരമണിക്കൂർ കിട്ടിയ സമയം നിങ്ങൾ എങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്തു എന്നതിലാണ് കാര്യം. ഓക്കെ, അപ്പൊ ഞാൻ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം പിന്നെ മെയ് മാസം വന്നത് 88 ആ ഒരു മാസം ഞാൻ വലിയ ആക്റ്റീവ് അല്ലായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഞാൻ വലിയ ആക്റ്റീവ് അല്ലായിരുന്നു. പക്ഷെ ഞാനത് അടുത്ത മാസം തിരിച്ചു പിടിച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഫസ്റ്റ് 6 ഫിഗർ ഇൻകം ആണ് 1 lakh above. ഇത് എൻ്റെ അസിസ്റ്റന്റ് മാനേജർ ഇൻകം ആണ്. ഞാൻ ഇപ്പം പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. ഒരു അസിസ്റ്റന്റ് മാനേജർ ലെവൽ അച്ചീവ് ചെയ്ത വ്യക്തിക്ക് കമ്പനി കൊടുക്കുന്ന പാസീവ് ഇൻകം 40 to 48 ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മാസം കമ്പനി എനിക്ക് തന്നിരിക്കുന്നത് 1 ലക്ഷത്തിന് മേലെയാ. അതിന്റെ ആൻസർ ആണ് ഞാൻ മുന്നേ പറഞ്ഞത്. മനസ്സിലായോ? അതായത് നിങ്ങളെല്ലാ വ്യക്തികളും, അതായത് ഏതൊരാളും ആയിക്കോട്ടെ, നമ്മളെ ഇന്ന ആൾക്കാർക്ക് ഇന്ന വർക്ക്, സൂപ്പർവൈസറിന് ഇന്ന വർക്ക്, മാനേജറിന് ഇന്ന വർക്ക്, അങ്ങനെയൊന്നുമില്ല. നിങ്ങളെല്ലാവരും ചെയ്യുന്നതും ഒരേ വർക്ക് തന്നെയാണ്. അതായത് ഒരേ സിസ്റ്റമാണ് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പം ആ ഒരു സിസ്റ്റം നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ട് നിങ്ങൾ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണ് നമുക്കിവിടെ ഗ്രോത്ത് വരുന്നതെന്ന് പറയാനുള്ള കാരണം ഇതാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ജൂൺ കഴിഞ്ഞിട്ട് പിന്നെ ജൂലൈ മാസം ആയിരുന്നു. ജൂലൈ മാസമാണ് ഞാൻ മാനേജർ ലെവൽ അച്ചീവ് ചെയ്തത്. എന്റെ ഫസ്റ്റ് മാനേജർ ഇൻകം ആണ് 1.42 ഉണ്ടായിരുന്നു. ഇതെന്റെ രണ്ടാമത്തെ 6 ഫിഗറിൽ അല്ല, ജൂലൈ മാസമായിരുന്നു മാനേജർ ലെവൽ അച്ചീവ് ചെയ്തത്. 1.42 ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ അറിയാലോ, ഇപ്പൊ ഒരു ഹൗസ് വൈഫ് എന്ന നിലയിൽ സ്വപ്നം പോലും കാണാത്തൊരു കാര്യമാണത്, അല്ലെ? അതായത് ഇപ്പം ഒരു 6 ഫിഗർ ഏണർ ആവുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റുക എന്നൊക്കെ വെച്ചാൽ അത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷെ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു സിസ്റ്റം എനിക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് നല്ല ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, വാശി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത കാരണമാണ് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു 6-ാം മാസമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കിവിടെ ഒരു മാനേജർ ആവാനും ഇപ്പൊ ഇത്രയൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫറോറിന്റെ ശരിക്കുള്ള ഒരു പൊട്ടൻഷ്യൽ കാരണം മാത്രമാണ്. പിന്നെ അങ്ങോട്ട് സ്റ്റിൽ, അതായത് ആ ഒരു മാസം 2022 ജൂലൈ മുതൽ സ്റ്റിൽ ഈ ഒരു മാസം വരെ ഞാനിവിടെ 6 ഫിഗർ ഏണർ ആണ്. അതിപ്പം ജൂലൈ കഴിഞ്ഞിട്ട് നവംബർ മാസം നിങ്ങൾക്ക് നോക്കാം. 2022 നവംബർ ആയപ്പോഴത്തേക്ക് അത് 2 ലക്ഷത്തിന് മേലെ കയറിയിട്ടുണ്ടായിരുന്നു. ഡിസംബർ മാസം ആയപ്പോഴും അത് 2 ലക്ഷത്തിന് മേലെ കയറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2023 ഫെബ്രുവരി ഒക്കെ ആയപ്പോഴും അത് 2 ലക്ഷത്തിന് മേലെ കയറിയിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഞാനിവിടെ സ്റ്റിൽ ഒരു 6 ഫിഗർ ഏണർ ആണ്. അതാണ് ശരിക്കും ഫറോറിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. വെറുതെ എന്തെങ്കിലും ഒരു കമ്പനി, എന്തോ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ഫറോറിനെ തള്ളിക്കളയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം അത്രത്തോളം ഒരു പൊട്ടൻഷ്യൽ ഫറോർ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം. അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി തരാനാണ് നിങ്ങൾക്ക് ഈ ഒരു 5 ദിവസത്തെ ട്രെയിനിങ് ഇനി മുന്നോട്ട് തരുന്നത്. മാക്സിമം നിങ്ങളത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് സ്ക്രീൻ എൻ്റെ ഷെയർ ചെയ്ത് കാണിച്ചു തന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് വരാം. അതായത് എല്ലാവരുടെയും ഡൗട്ട്, എല്ലാവരുടെയും മനസ്സിൽ ഉള്ള കുറെ കാര്യങ്ങൾ. ശരിക്കും ഇത്രയൊക്കെ വലിയൊരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് വർക്കാ ചെയ്യുന്നേ, അല്ലെ? എല്ലാവർക്കും അറിയേണ്ട കാര്യം. അത് ഞാൻ ക്ലിയർ ആക്കി തരാം. അതായത് നമുക്കിവിടെ 2 രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്ന് കൺസ്യൂമർ ക്രിയേഷൻ, 2 പ്രൊസ്യൂമർ ക്രിയേഷൻ. ഇനി എന്താണ് കൺസ്യൂമർ ക്രിയേഷൻ, ഇനി എന്താണ് പ്രൊസ്യൂമർ ക്രിയേഷൻ? ഞാൻ ജസ്റ്റ് എന്റെ സ്ക്രീൻ ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒന്ന് പോവാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോ. അതില് ഞാൻ ആദ്യം എടുക്കുന്നത് നമ്മുടെ ജോൺ സാറിന്റെ പേജാണ്. ജോൺ സാറിനെ പറ്റി പറഞ്ഞു തരുവാണെങ്കിൽ, സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, സാർ ഒരു തയ്യൽക്കാരനായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു തയ്യൽക്കാരൻ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൈസയൊക്കെ കിട്ടുന്നത് എപ്പോഴാ? ഓണം, വിഷു, അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴായിരിക്കും അവർക്ക് നല്ല രീതിയിൽ ഇൻകം കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇപ്പൊ സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, സാറും സാറിന്റെ വൈഫും ഇപ്പൊ ഇവിടെ സീനിയർ റീഗൽ മാനേജർ റാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. സാർ ഇവിടെ എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ, സാറിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള നെഞ്ചരിച്ചിലിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ സാറിന്റെ വൈഫിന്റെ വഴി ആരുടെയോ കയ്യിൽ നിന്ന് നമ്മുടെ അലോവേര ഡ്രിങ്ക്
അലോവേര ജെല്ല് സാറിന്റെ കയ്യിൽ കിട്ടാനിടയായി. അങ്ങനെ സാർ അത് 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചതേ ഉള്ളൂ. അപ്പൊ ആ ഒരു 4 ദിവസം കൊണ്ടും അത്രയും നാളും അനുഭവിച്ചിരുന്ന ആ ഒരു നെഞ്ചരിച്ചിൽ എന്ന് പറഞ്ഞ ആ ഒരു പ്രോബ്ലം അവിടെ കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. അങ്ങനെ പ്രൊഡക്റ്റിൽ മാത്രം വിശ്വാസം വന്നിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഇറങ്ങിയ ഒരു മനുഷ്യനാണ് ഇന്ന് 12 വർഷമായിട്ട് ഫോറവറിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. 6 പ്രാവശ്യം ഈഗിൾ മാനേജർ റിട്രീറ്റ് ക്വാളിഫൈ ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണ്. നമുക്കിവിടെ നമ്മള് BOP-യിൽ കേട്ട് കാണും, നമ്മുടെ വെബിനാർ സെക്ഷനിൽ ഇവിടെ കമ്പനി ഫുള്ളി സ്പോൺസേഡ് ഇന്റർനാഷണൽ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. നിങ്ങൾ വിചാരിക്കുക അതൊക്കെ ട്രിപ്പ് ഉണ്ട് അങ്ങനെയാ വെറുതെ പറയുന്നതാണെന്ന്. ഒരിക്കലും അല്ല, അതൊക്കെ ശരിക്കും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഈഗിൾ മാനേജർ റിട്രീറ്റ് EMR എന്ന് പറയും, അത് 6 പ്രാവശ്യം ക്വാളിഫൈ ചെയ്ത വ്യക്തിയും കൂടെയാണ് സാറ്, ജോൺ സാർ എന്ന് പറയുന്നത്. അപ്പൊ സാറിന്റെ പേജ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം അല്ലെ. ഇതാ നമ്മുടെ ജ്യൂസസ്, അലോ ഫസ്റ്റ്, അതുപോലെ തന്നെ RG+, അലോവേര ജെല്ല്, ഹണി, ആർട്ടിക്സി, അങ്ങനെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ സാറിനെ സംബന്ധിച്ച് സാർ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാറ് ചെയ്യുന്നതാണ് കൺസ്യൂമർ ക്രിയേഷൻ. അതായത് ഡയറക്റ്റ് പ്രൊഡക്റ്റ് സെല്ല് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺസ്യൂമർ ക്രിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് പ്രൊഡക്റ്റ് എല്ലാ മാസവും എടുത്തുകൊണ്ട് വന്ന് സെയിൽ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ കൺസ്യൂമർ ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ നമ്മുടെ സിറേഖ് സാറിന്റെ പേജ് എടുത്തിട്ടുണ്ട്. സാറിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു സിസ്റ്റം കണ്ടുപിടിച്ച വ്യക്തിയാണ് കേട്ടോ. അതായത് ഇപ്പം സാറിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു ആളില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും മനുഷ്യന്മാരിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എത്തില്ല. നമ്മുടെ FE03 എന്നുള്ള ഒരു സിസ്റ്റം ഒക്കെ ആണെങ്കിലും ഉണ്ടാക്കി തന്നതിന്റെ ഏറ്റവും വലിയൊരാളെന്ന് പറയുന്നത് സിറേഖ് സാറാണ്. കാരണം സാറിന്റെ തലയിൽ ഉദിച്ച ചെറിയൊരു ബുദ്ധി മാത്രമാണ് ഈ ഒരു ടീം അല്ലെങ്കിൽ FE03 എന്നൊക്കെ പറയുന്നത്. FE മീൻസ് ഫോറവർ ഈഗിൾ, 03 മീൻസ് ഒരു 3 പ്രിൻസിപ്പിൾ, അതായത് യൂസ് ദ പ്രൊഡക്റ്റ്, ഷെയർ ദ പ്രൊഡക്റ്റ്, ഷെയർ ദ ഓപ്പർച്യൂണിറ്റി. ഇത് വെച്ചിട്ട് സിറേഖ് സാർ ഒരു ടീമിന് അല്ലെങ്കിൽ ചെറിയൊരു ഗ്രൂപ്പിനൊക്കെ ഇട്ടിരിക്കുന്ന ചെറിയൊരു വെറും പേര് മാത്രമാണ് FE03 എന്ന് പറയുന്നത്. പല ആൾക്കാരും പറയുന്ന കാര്യമാണ് FE03 അല്ലെങ്കിൽ FE03, ഞാൻ FE03-ലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. FE03 എന്ന് ഉള്ളത് ജസ്റ്റ് നമ്മുടെ ഒരു ഗ്രൂപ്പിന്റെ പേര് മാത്രമാണ്. നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് ഫോറവർ ആണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ പേരാണ് FE03. ഓക്കെ, FE03 എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അത് തെറ്റാണ് കേട്ടോ. FE03 അല്ല, FE03. അപ്പൊ സിറേഖ് സാറ് ഇതുപോലെ തന്നെ 2017-ലൊക്കെ ജോൺ സാറിനെ പോലെ പ്രൊഡക്റ്റ് ഒന്ന് വിറ്റിട്ട് ഗ്രോത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നോക്കി. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഒരു ഗ്രോത്തും കണ്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് സാറ് 2021 ജനുവരിയിൽ ഒരു സിസ്റ്റം കണ്ടുപിടിച്ചു. അതാണ് നമ്മുടെ FE03 സിസ്റ്റം. അപ്പൊ സാറിന്റെ പേജ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസോ കമ്പനിയുടെ ഡീറ്റെയിൽസോ ഒന്നും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റത്തില്ല അല്ലെ. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും മാത്രമേ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാറ് ചെയ്യുന്ന ഒരു വർക്കാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കാണ് പ്രൊസ്യൂമർ ക്രിയേഷൻ. അതായത് എന്താണ് വർക്ക്, നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആൻസർ ആണ് ഞാൻ പറയുന്നത്. പ്രൊസ്യൂമർ ക്രിയേഷൻ അതായത് നിങ്ങൾ ആദ്യം മുതലേ കേൾക്കുന്ന കാര്യമാണ്. നമ്മളിവിടെ ചെയ്യുന്നത് പ്രൊമോഷൻ ആണ് അല്ലെ. പ്രൊമോഷൻ പ്രൊമോഷൻ ചെയ്യണം എന്ന് പറയും. അപ്പൊ പ്രൊമോഷൻ എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം പ്രൊമോഷൻ എന്നൊക്കെ കേട്ടാൽ ആദ്യം വരുന്നത് എന്താ, പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാം അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ വാട്സപ്പിൽ ഇങ്ങനെ പ്രൊഡക്റ്റിന്റെ ഇമേജ് കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്നത് പ്രൊസ്യൂമർ ക്രിയേഷൻ ആണ്. അതായത് ഫോറവർ എന്ന ഈ ഒരു അവസരത്തെയാണ് നമ്മൾ ശരിക്കും സോഷ്യൽ മീഡിയാസ് വഴി പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് വെറുതെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നിങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ സ്പോൺസറിന്റെ അടുത്ത് വന്നേ അല്ലെ. അതായത് നിങ്ങളുടെ സ്പോൺസറുമായിട്ട് നിങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. വെറുതെ നിങ്ങൾ ഫോൺ ഇങ്ങനെ റീൽസ് കാര്യങ്ങളൊക്കെ കണ്ട് അല്ലെങ്കിൽ ഫോൺ നോക്കിയിരിക്കുന്ന സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് എവിടെയോ പബ്ലിക്കിൽ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു. അപ്പൊ അത് കണ്ടതിന്റെ പേരിൽ നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തതാണ്. അല്ലാതെ നിങ്ങളുടെ സ്പോൺസർ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾക്ക് ജോലി വേണമെന്ന് ചോദിച്ചിട്ട് പുറകെ വന്നാണോ? ഒരിക്കലും അല്ല. നമ്മൾ വെറുതെ ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കുന്ന ടൈമിൽ ഒരു ഓപ്പർച്യൂണിറ്റി പബ്ലിക്കിൽ കണ്ടു. അപ്പൊ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് മെസ്സേജ് അയച്ചു. അങ്ങനെയാണ് നിങ്ങൾ കോൺടാക്ട് വന്നത്. സെയിം കാര്യമാണ് നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഫോറവർ എന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് കമ്പനിയോ പ്രൊഡക്റ്റിനോ ഒന്നുമല്ല, നമ്മുടെ ഫോറവർ എന്ന ഈ ഒരു അവസരം ഒന്നും കൂടെ വ്യക്തമാക്കി തരാം. അതായത് നിങ്ങളെ പോലെ സീരിയസ് ആയിട്ട് ജെനുവിൻ ആയിട്ട് പാർട്ട് ടൈം അന്വേഷിക്കുന്ന വ്യക്തികളിലേക്ക് സോഷ്യൽ മീഡിയാസ് വഴി അവർക്കും കൂടി വീട്ടിലിരുന്നിട്ട് ഏൺ ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ വലിയ രീതിയിൽ പബ്ലിക്കിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ഡ്യൂട്ടി. മനസ്സിലായോ? അതായത് ഈ ഒരു അവസരം സോഷ്യൽ മീഡിയാസ് വഴി പ്രൊമോട്ട് ചെയ്യുക. പല രീതിയിൽ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ പല രീതിയിൽ പല സോഴ്സസ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ പബ്ലിക്കിലേക്ക് വിടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനെ വിട്ട് കഴിയുമ്പോഴത്തേക്ക് അതും നിങ്ങളുടെ ഒന്നാമത്തെ ഡ്യൂട്ടി. അങ്ങനെ വിട്ട് കഴിയുമ്പോഴത്തേക്കും
നമ്മുടെ അടുത്ത് എൻക്വയറീസ് വരും അല്ലെ. ഈ എൻക്വയറീസ് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കുന്നതല്ലോ അല്ല, ആവശ്യക്കാർ സീരിയസ് ആയിട്ട് എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം അന്വേഷിക്കുന്ന വ്യക്തികൾ നമ്മുടെ അടുത്ത് വരുന്നു. ഈ വരുന്ന വ്യക്തികൾക്ക് നിങ്ങൾ ഇനി അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇനി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു 5 ദിവസത്തെ ട്രെയിനിങ്ങിനാണ് BBC എന്ന് പറയുന്നത്, ബിസിനസ് ബിൽഡിംഗ് സൈക്കിൾ. അതുവഴി പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ഡ്യൂട്ടി. മനസ്സിലായോ? അതായത് എൻക്വയറി വരുമ്പോൾ അവർക്ക് നിങ്ങൾ ഇനി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ 5 ഡേയ്സ് ട്രെയിനിങ്ങിനാണ് BBC എന്ന് പറയുന്നത്. അതായത് പ്രോപ്പർ ഫോറോവറിനെ പറ്റിയുള്ള നോളജ് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് ശരിക്കും രണ്ടാമത്തെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സംശയം ഉണ്ടായിരിക്കും, ഓക്കെ പ്രൊമോഷൻ ചെയ്യുക, അവസരം പബ്ലിക്കിലേക്ക് എത്തിക്കുക, വരുന്ന വ്യക്തികൾക്ക് ഫോളോ അപ്പ് കൊടുക്കുക, അതാണ് ഡ്യൂട്ടി എന്ന് മനസ്സിലായി. പക്ഷെ എങ്ങനെയാണ് ഇൻകം വരുന്നതെന്ന് മനസ്സിലായില്ല അല്ലെ. അത് ഞാൻ ക്ലിയർ ആക്കി തരാം. അതായത് നമ്മുടെ ഈ ഒരു സിസ്റ്റം ത്രൂ കമ്പനിക്ക് നമ്മൾ നല്ലൊരു ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുവഴിയാണ് കമ്പനിക്ക് നമുക്കും പ്രോഫിറ്റ് കിട്ടുന്നത്. അതായത് ഒന്നും കൂടെ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു എന്താണ് ഇവിടെ എന്തായാലും പ്രൊഡക്റ്റ് മൂവ് ആവുന്നുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പ്രൊഡക്റ്റ് മൂവ് ആവുന്നത്. ഡയറക്റ്റ് സെയിൽ എന്നുള്ള രീതിയിലൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഒരു 5 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു 1 ടൈം ടേൺ ഓവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുവഴിയാണ് പ്രൊഡക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് മൂവ് ആവുന്നത്. അതുവഴിയാണ് കമ്പനിക്കും നമുക്കും പ്രോഫിറ്റ് കിട്ടുന്നത്. അതാണ് മൂന്നാമത്തെ കാര്യം. മനസ്സിലായില്ലേ? അതായത് ഒന്നാമത്തേന്ന് വെച്ചാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സോഷ്യൽ മീഡിയാസ് വഴി അവസരം പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന വ്യക്തികൾക്ക് പ്രോപ്പർ ആയിട്ട് ഫൊറോവറിനെ പറ്റിയുള്ള 5 ദിവസത്തെ ട്രെയിനിങ് വഴി ഫൊറോവർ എന്താന്നുള്ളത് മാക്സിമം അവർക്ക് മനസ്സിലാവാൻ പാകത്തിന് സിമ്പിൾ ആയിട്ട് നോളജ് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ശരിക്കും നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു ടീച്ചിങ്. മനസ്സിലായില്ലേ? അതാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് വിചാരിക്കുക ആ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ കേൾക്കുമ്പോഴത്തേക്ക് ഇൻകം അല്ലെങ്കിൽ എന്താ സെയിൽസ് എന്നുള്ള ഒരു പരിപാടിയൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നാമത് ഈ പണിക്ക് ഇറങ്ങത്തില്ല. കാരണം എനിക്ക് ഇങ്ങനെ ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാനോ കൺവിൻസ് ചെയ്യാനോ നിങ്ങൾ അത് എടുക്കണം ഇതെടുക്കണം നല്ല പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാനുള്ള ഒരു കഴിവോ കാര്യങ്ങളൊന്നും ഒന്നാമത് എനിക്കില്ല. അങ്ങനെ ഒരു വർക്ക് അല്ലാന്ന് എനിക്ക് മനസ്സിലായത് കാരണം എന്റെ ഓൺ മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അല്ലാതെ ഞാൻ എന്റെ ചുറ്റിനുള്ള ആൾക്കാരോടോ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യിച്ചതിന് ശേഷമോ ഒന്നുമല്ല ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഇറങ്ങിയത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫൊറോറിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? അതായത് ഇതിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് എന്താ സംഭവം, ഇതിന്റെ അകത്ത് എന്താ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിന് പുറമേ നിന്നുള്ള ഒരു വ്യക്തി ഇതെന്നും വെറും തട്ടിപ്പും ഫേക്കും മാത്രമാണ്. അത് എത്ര നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, അവർക്കത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ പാകത്തിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പം സീരിയസ് ആയിട്ട് പാർട്ട് ടൈം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം എങ്ങനെയെങ്കിലും എനിക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയോ കിട്ടി. അതിനുശേഷം നിങ്ങൾ വെബിനാർ ഒക്കെ അറ്റൻഡ് ചെയ്ത് കമ്പനിയെ പറ്റിയൊക്കെ മനസ്സിലാക്കി ഏകദേശം എന്താണ് ഈ ഒരു ഐഡി ക്രിയേഷൻ ഒക്കെ ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് നമ്മൾ എല്ലാ ദിവസവും കോളേജിൽ പോകും അല്ലെ. കോളേജിൽ പോകുന്ന സമയത്ത് എല്ലാ ദിവസവും ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നതിനിടയ്ക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അതിനിടയ്ക്ക് വരുന്ന ഒരു വിഷയമാണ് ഈ സംഭവം. അപ്പൊ നമ്മൾ അവരോട് പറയും, എടി എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്, എനിക്കൊരു വർക്ക് ഫ്രം ഹോം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അപ്പുറത്തുനിന്ന് ചോദിക്കുന്ന ആൾ എന്താ പറയുന്നത്? എടി എന്താ സംഭവം, എന്താ പ്ലാറ്റ്ഫോം, എന്താ സംഭവം എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പറയും ഫൊറോർ ആണ് അല്ലെ, ഫൊറോർന്ന് അങ്ങനെ എന്തോ ആണ് അതിന്റെ പേരെന്ന് പറയും. അപ്പൊ തന്നെ അപ്പുറത്തുനിന്ന് വരുന്ന മറുപടി എന്താ? അയ്യോ അത് ഫൊറോർ ആണോ? എന്നാ പിന്നെ ഇപ്പൊ തന്നെ നിർത്തിക്കോട്ടെ, വെറുതെ നീ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട, ആവശ്യമില്ലാത്ത പണിക്ക് നീ പോകണ്ടെന്ന് നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞാൽ ഈ മീറ്റിലിരിക്കുന്ന ആരെങ്കിലും അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ നിൽക്കോ? ഒരിക്കലും ഇല്ല. കാരണം എന്താ? നിങ്ങൾക്ക് അതായത് ഒന്നാമത് നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല, കണ്ടിട്ടും ഇല്ല കേട്ടിട്ടും ഇല്ല, എവിടെയും ഒരു പരിചയമില്ല. അപ്പൊ നമ്മൾ അറിയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയും കൂടെ കേട്ടാൽ തീർന്നു. അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യന്മാർ ഇത് എന്താ സംഭവം എന്നുള്ളത് അന്വേഷിക്കാൻ നിൽക്കത്തില്ല. അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടും അല്ലെ. അതായത് കാരണം പേടിയാ, അങ്ങനെ ഒരു പറഞ്ഞ കാരണം പേടിയാണ് അല്ലെ. അപ്പം എന്റെ അടുത്ത് വരുന്ന ആൾക്കാർക്കാണെങ്കിലും പ്രോസ്പെക്റ്റിനാണെങ്കിലും അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ട് എന്നോട് ഇതിനെപ്പറ്റി അന്വേഷിക്കുന്ന ആൾക്കാരോടാണെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. അതായത് നിങ്ങൾ സീരിയസ് ആയിട്ട് ജെനുവിൻ ആയിട്ട് പാർട്ട് ടൈം അന്വേഷിക്കുന്ന ഒരു വ്യക്തി, പാർട്ട് ടൈം ഒരു എക്സ്ട്രാ ഇൻകം അതെല്ലാം പോട്ടെ, നല്ലൊരു ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? അതായത് അവിടുന്ന് ഇവിടുന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടോ അതിനെ വെച്ചിട്ട് ജഡ്ജ് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോം അല്ല ഫൊറോവർ എന്ന് പറയുന്നത്. ഈ ഒരു ഫൊറോവറിന്റെ പ്രത്യേകത ഇതാണ്, നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും അപ്പുറത്തേക്ക് കൂടുതലായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു 5 ദിവസത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു ഫോളോ അപ്പും ട്രെയിനിങ്ങും വെച്ച് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുമല്ല, അത് ശരിക്കും ഒരു സെലക്ഷൻ പ്രോസസ്സാണ്. വരുന്ന എല്ലാ ആൾക്കാരെയും വരിച്ചു വാരി മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു പരിപാടിയല്ല ഇത്. മനസ്സിലായില്ലേ? വരുന്ന വ്യക്തികൾക്ക് പ്രോപ്പർ ആയിട്ട് നിങ്ങളിപ്പോൾ ആ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ സ്പോൺസർ പറഞ്ഞിട്ടുണ്ടാവും,
വോയിസിൽ തന്നെ എനിക്ക് ഫീഡ്ബാക്ക് തരണം. വോയിസിൽ തന്നെ ഫീഡ്ബാക്ക് തരണം എന്ന് പറയാൻ കാര്യം എന്താ? നിങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എത്രത്തോളം എന്താ മനസ്സിലാക്കിയാണ് സംസാരിക്കുന്നത്. അത് വെറുതെ ക്ലാസ് കേട്ടതിന്റെ പേരിൽ വെറുതെ നോട്ട് ചെയ്ത് വെച്ച് റിവ്യൂ ആയിട്ട് പറയുന്നതാണെന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും ഇതൊരു സെലക്ഷൻ പ്രോസസ് ആണെന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാ, അല്ലേ? ആരും നിങ്ങൾക്ക് ഒന്നും കൊണ്ടുതരാൻ വേണ്ടി പോകുന്നില്ല. അതിപ്പോ എത്ര വലിയ കാര്യമായിക്കോട്ടെ. അതിപ്പോ നമ്മൾ പെട്ടെന്ന് ഈ പറയുന്ന പോലെ എന്തെങ്കിലും നമുക്ക് ലൈഫിൽ ഒരു ആവശ്യം വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ, വീട്ടിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ, ഓപ്പറേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വന്നു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ കൂടെ ഈ കളിയാക്കുന്ന ആൾക്കാരോ അതല്ലെങ്കിൽ ഇതൊക്കെ ഫേക്കാണ് തട്ടിപ്പാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരോ ആ ഒരു സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവുമോ? ആരും ഉണ്ടാവത്തില്ല. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെയും കാല് പിടിക്കാൻ പോകേണ്ട അവസ്ഥ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാം തട്ടിപ്പാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. എനിക്കറിയാം ഈ ഒരു മീറ്റിലിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ നേരത്തെ ഏതെങ്കിലുമൊക്കെ കുഴിയിൽ പോയി ചാടിയിട്ട് കയ്യിൽ നിന്ന് പൈസയൊക്കെ പോയ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ തന്നെ ഈ ഒരു മീറ്റിൽ കേൾക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തട്ടിപ്പാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫൊറോവറിനെ ഡിസ്കവർ ചെയ്യാനും മനസ്സിലാക്കി തരാനും വേണ്ടിയിട്ടാണ് മുന്നോട്ട് ആ ഒരു 5 ദിവസത്തെ ട്രെയിനിങ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. മാക്സിമം സ്വന്തമായിട്ട് നമ്മൾ തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ശരിക്കും ഫൊറോവറിന്റെ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ആ ഒരു ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. പിന്നെ അതുമല്ല, നിങ്ങൾ ഈ ഒരു ക്ലാസ് മാത്രം കണ്ടുകൊണ്ടിരിക്കാതെ നല്ല രീതിയിൽ ഓഫ്ലൈൻ ആയിട്ടും നല്ല സോഴ്സസ് ഉപയോഗിച്ചൊക്കെ ഫൊറോവറിനെ ഡിസ്കവർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത, പറയുന്നതൊക്കെ ശരിയാണോ, ഫേക്ക് ആണോ, തട്ടിപ്പാണോ എന്നൊക്കെയുള്ളത് നല്ല രീതിയിൽ സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഓരോ വ്യക്തികളും ഇവിടെ മുന്നോട്ട് കയറി വരുന്നത്. ഓക്കെ. അപ്പൊ അത് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇനി ഇവിടെ നമുക്കിവിടെ അടുത്ത് ഇനി കുറച്ച് കാർ പ്ലാൻ ലെവലുകളുണ്ട്. അതായത് കാർ പ്ലാൻ ലെവൽ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കാർ പ്ലാൻ ലെവൽ 1 എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഒരു കാർ, അതിന് ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ആ ഒരു ക്രൈറ്റീരിയ ഒക്കെ അച്ചീവ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ, കാർ പ്ലാൻ ലെവൽ 1 അച്ചീവ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ, അയാൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ 36 മാസത്തേക്ക് 26,000 രൂപയും, കാർപ്ലാൻ ലെവൽ 2 അച്ചീവ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ 36 മാസത്തേക്ക് 39,000 രൂപയും, കാർപ്ലാൻ ലെവൽ 3 അച്ചീവ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ 36 മാസത്തേക്ക് 52,000 രൂപ വെച്ചിട്ടും കമ്പനി അവർക്ക് കൊടുക്കും. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാതെ വെറുതെ കാർപ്ലാൻ അടിച്ചിട്ട് വെറുതെ ഇരുന്നാലല്ല കേട്ടോ. കാർപ്ലാൻ അടിച്ചിട്ടും എല്ലാ മാസവും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് എങ്കിൽ ഞാൻ ഈ പറഞ്ഞ അളവിലുള്ള എമൗണ്ട് 36 മാസത്തേക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നുള്ള രീതിയിൽ ഞാൻ ഈ പറഞ്ഞ അളവിലുള്ള എമൗണ്ട് കമ്പനി നമ്മുടെ ഇൻകം കൂടാതെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കും. അതാണ് കാർപ്ലാൻ ലെവൽ എന്ന് പറയുന്നത്. അതിലിപ്പോ കാർപ്ലാൻ ലെവൽ 1ഉം 2ഉം അച്ചീവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സിറേക് സാറും റെയ്നിൽ സാറും ആണ്. കാർപ്ലാൻ ലെവൽ 3 അച്ചീവ് ചെയ്ത ഒരു വ്യക്തിയുണ്ട്. അത് ഡോണയാണ്. നമ്മുടെ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു മാനേജറാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു കാർപ്ലാൻ ലെവൽ 3 ഇപ്പൊ അച്ചീവ് ചെയ്തിരിക്കുന്നത്. പിന്നെ കാർപ്ലാൻ ലെവൽ 1ഉം 2ഉം ഒക്കെ അച്ചീവ് ചെയ്തിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് കേട്ടോ. അതായത് നമ്മുടെ സിറേക് സാറൊക്കെ കാർപ്ലാൻ ലെവൽ 3 ഒക്കെ അച്ചീവ് ചെയ്ത വ്യക്തിയാണ്. പിന്നെ സുൽഫത്ത് മാം, ഹബീബ, അങ്ങനെ ഒരുപാട് വ്യക്തികളുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനിവിടെ ഒരു മാനേജർ ലെവൽ അച്ചീവ് ചെയ്തു. ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത ഗോൾ എന്താണെന്ന് ചോദിച്ചാൽ എന്തായാലും ഞാനും കാർപ്ലാൻ അച്ചീവ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞാനും ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇനിയിപ്പം അടുത്ത കാര്യം പറഞ്ഞുതരാൻ എന്താന്ന് വെച്ചാല്, ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന് ക്ഷമ. 2 കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണം. ഒന്ന് ക്ഷമ, 2 അറിവ്. അതിൻ്റെ അകത്ത് അറിവാണെങ്കിലും പോട്ടെ, സാരമില്ല, നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാക്കി പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അറിവെന്ന് പറയുന്നത്. പക്ഷേ ക്ഷമയില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും ഇതിൻ്റെ അകത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റത്തില്ല. അതായത് നല്ല രീതിയിൽ ക്ഷമയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഫൊറോവറിൽ സക്സസ് ആവാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമ്മളെല്ലാവരും ഇവിടെ വരുന്ന ടൈമിൽ എല്ലാവരും സ്പോൺസറിനോട് ചോദിക്കുന്ന കാര്യമാണ്, ചേച്ചി എന്താണ് വർക്ക്, എന്താണ് വർക്ക്, നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ഞാനടക്കം എന്റെ സ്പോൺസറിനോട് ഇവിടെ വന്ന ടൈമിൽ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു കാര്യമായിരുന്നു, ചേച്ചി എന്താണ് വർക്ക്, എന്താണ് വർക്ക്, നമ്മളിവിടെ എന്താ ശരിക്കും ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന കാര്യം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്. ഇപ്പം ഒരു ഡോക്ടറുടെ ജോലി എന്താന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, അല്ലെ? ഒരു ചെറിയ കുട്ടിക്ക് പോലും ഒരു ഡോക്ടറിന്റെ ജോലി എന്താന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും. അവര് പറയാ അസുഖം കണ്ടുപിടിക്കുക, മരുന്ന് കൊടുക്കുക, അല്ലെ മറ്റുള്ളവരുടെ ലൈഫ് സേവ് ആക്കുക. ഇതൊക്കെയാണ് ഒരു ഡോക്ടറിന്റെ ജോലി എന്നുള്ളത് ഏത് ചെറിയ കുട്ടിക്കും അറിയാം. പക്ഷെ ഈ ഡോക്ടറിന്റെ ജോലി അറിയാവുന്ന ഒരാളോട് ഡോക്ടറിന്റെ ജോലി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുമോ? അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഡോക്ടറിന്റെ ജോലി എന്താണെന്നറിയാം. അപ്പൊ നിങ്ങളോട് വന്നിട്ട് ഒരാൾ പറയാ ആ ഒരാളെ പോയിട്ട് ഓപ്പറേഷൻ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമോ? ഇല്ല. കാരണം എന്താ? നിങ്ങൾക്ക് അവിടെ അറിവില്ല, നോളജ് ഇല്ല, അതെങ്ങനെ ചെയ്യണം എന്നറിയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പോൺസർ വന്നിട്ട് നിങ്ങളോട് പറയാം, നിങ്ങൾ പോയി പ്രൊമോട്ട് ചെയ്തോ, സോഷ്യൽ മീഡിയാസ് വഴി ഫോർവേഡിനെ എന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ പോയിട്ട് പ്രൊമോട്ട് ചെയ്തോ. അങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്താ നമുക്കില്ലാത്ത, അതായത് എന്താ നിങ്ങൾ അവിടെ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് കമ്പനി എന്താണെന്ന് അറിയില്ല, ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് അറിയില്ല, ഫോർവേർ എന്താണെന്ന് അറിയില്ല, പ്രൊഡക്റ്റ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പം ഒന്നും അറിയത്തില്ലാത്ത ഈ ഒരു സംഭവത്തെ പറ്റി പിന്നെ നിങ്ങൾ എങ്ങനെയാ നമ്മള്
സോഷ്യൽ മീഡിയാസ് വഴി എന്താ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതിന് ആദ്യം നമുക്ക് എന്താ വേണ്ടേ? അറിവ്, നോളജ്. ഈ നോളജ് തരാൻ വേണ്ടിയിട്ടാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു 5 ദിവസത്തെ ട്രെയിനിങ് നിങ്ങൾക്ക് തരുന്നത്. ഇപ്പൊ നിങ്ങൾ ആദ്യം വന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. പക്ഷെ 5 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ആയിരിക്കത്തില്ല. കാരണം 8 ദിവസത്തെ ഫോറവറിന്റെ പൊട്ടൻഷ്യൽ, ഇനി അങ്ങോട്ട് നിങ്ങൾ എപ്പോഴും കേൾക്കാൻ പോകുന്ന ഒരു വാക്കാണ് ഫോറവറിന്റെ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ എന്നുള്ളത്. ശരിക്കും 3-മത്തെ സെക്ഷൻ വൈ ഫോറവർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ശരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും ഫോറവറിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് ഹെൽത്ത് വൈസും വെൽത്ത് വൈസും മാത്രമല്ല, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശരിക്കും ഒരു മനുഷ്യന്റെ ലൈഫിൽ എന്തൊക്കെ വേണമോ അതെല്ലാം ശരിക്കും ഫോറവർ വഴി നമുക്ക് സാധ്യമാണ്. പക്ഷെ അതിനെ ക്ഷമിച്ച് നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിക്കാണ് ഇതെല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ അതാണ് ക്ഷമ എന്നുള്ള ഒരു കാര്യം ഇവിടെ വളരെ അത്യാവശ്യമാണ്. പിന്നെ അറിവാണെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നല്ലോ, ഈ ഒരു 5 ദിവസത്തെ ട്രെയിനിങ് വെച്ച് തന്നിരിക്കുന്നത് അതും സെലക്ഷൻ പ്രോസസ് ആണ് ഞാൻ മുന്നേ പറഞ്ഞിരുന്നത്. അപ്പം ആ ഒരു 5 ദിവസത്തെ സെലക്ഷൻ പ്രോസസ്സിലൂടെ നല്ല രീതിയിൽ നിങ്ങൾ ഫോറവറിനെ മനസ്സിലാക്കുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ സ്പോൺസർ മുന്നോട്ട് ഓരോ സെഷനും കടത്തി ലാസ്റ്റ് ഫൈനലായിട്ട് സെലക്ടഡ് ആക്കി വിടുകയുള്ളൂ. അല്ലാതെ വരുന്ന എല്ലാ വ്യക്തിയും ഇപ്പൊ ഒരു 100 പേര് നമുക്ക് എൻക്വയറി വന്നാൽ 100 പേരും അവസാനം വരെ എത്തില്ല. അതിൽ നിന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി വരുന്ന വ്യക്തികൾ വളരെ കുറച്ച് ആൾക്കാരായിരിക്കും. അവരാണ് ശരിക്കും ഫോറവറിനെ മനസ്സിലാക്കുന്ന ആൾക്കാർ. ഇപ്പൊ വേറൊരു കാര്യം ഞാൻ ഓർത്തപ്പോ പറഞ്ഞുതരാം. അതായത് ഈ ഒരു മീറ്റിൽ തന്നെ ഒരുപാട് വ്യക്തികൾ ഉണ്ട്. അപ്പൊ അതില് 3 കാറ്റഗറി ആൾക്കാരുണ്ടായിരിക്കാം. അതായത് ഒന്നെന്ന് വെച്ചാല് വെറുതെ നേരം പോക്കിന് വന്ന ആൾക്കാര്. അതായത് ഒരു ലക്ഷ്യവും ഇല്ല, വെറുതെ ഇങ്ങനെ ഒരു പോസ്റ്റർ കണ്ടു, അപ്പം സ്പോൺസറിന് മെസ്സേജ് അയച്ചു. അപ്പൊ അവര് പറയുന്നു വെബിനാർ അറ്റൻഡ് ചെയ്യാം. വെബിനാർ അറ്റൻഡ് ചെയ്തു. ഓക്കെ പറഞ്ഞപ്പോൾ അടുത്ത കാര്യം ID ക്രിയേഷൻ ചെയ്യാൻ പറഞ്ഞു. ID ക്രിയേഷൻ ചെയ്തു. ഇനി 5 ദിവസത്തെ ട്രെയിനിങ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് അറ്റൻഡ് ചെയ്യുന്നു. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി വെറുതെ നേരം പോക്കിന് വന്ന ആൾക്കാർ 1-മത്തെ കാറ്റഗറി. 2-മത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ ഓക്കെ ഒന്ന് പോയി നോക്കാം, അതായത് എനിക്ക് എത്ര വരെ പോകുന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് മനസ്സുള്ള ആൾക്കാർ 2-മത്തെ ആൾക്കാർ. 3-മത്തെ ആൾക്കാർ എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ, അതായത് നല്ല രീതിയിൽ ലൈഫിനെ സീരിയസ് ആയിട്ട് കാണുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതായത് എന്താ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ആവശ്യങ്ങളൊക്കെ ആയിട്ട്, എനിക്കറിയാം ഈ ഒരു വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാവരും ഉള്ള മനുഷ്യന്മാരാണ് എന്നെ കേൾക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, ലൈഫിനെ നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർ, ഈ ആൾക്കാർക്കുള്ള പ്ലാറ്റ്ഫോമാണ് ഫോറവർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഈ ഒരു മീറ്റിലുള്ള എല്ലാ വ്യക്തികളും 3-മത്തെ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെന്ന്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയി മാറണം. കാരണം വെറുതെ ഒരു നേരം പോക്കിനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ഫോറവർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിരുന്നില്ല, നല്ല രീതിയിൽ ലൈഫിനെ സീരിയസ് ആയിട്ട് കാണുന്ന വ്യക്തികൾക്കുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഫോറവർ. കാരണം അങ്ങനെയുള്ള ആൾക്കാരെ ഫോറവർ എന്താണെന്ന് മനസ്സിലാക്കുള്ളൂ. അതാണ് ശരിക്കും ക്വാളിറ്റി പീപ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികളെയാണ് സ്പോൺസേഴ്സ് ഇവിടെ റിക്രൂട്ട്മെന്റിലൂടെ സെലക്ടഡ് ആക്കി മുന്നോട്ട് വിടുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ അപ്ലൈൻ മാനേജർ ആയിട്ടുള്ള ഹബീബ് മാഡത്തിന്റെ ടീമിൽ ഒരു ചേച്ചിയുണ്ട്, ലാലി എന്നാണ് പേര്. ലാലി ചേച്ചിയുടെ ടീമിലുള്ള ആൾക്കാർ ചിലപ്പോൾ ഇപ്പൊ എന്നെ കേൾക്കുന്നുണ്ടാവാം. അപ്പൊ ആളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് ആളെ പറ്റി ഞാൻ കേട്ടത്. ആളെ സംബന്ധിച്ച് ആൾക്ക് 32 വയസ്സായി. 32, ഹൗസ് വൈഫ് ആണ്, 2 പിള്ളേരുണ്ട്. 32 വയസ്സായി. ആ ചേച്ചിക്ക് ഇല്ലാത്ത ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ ഉണ്ട്, ഇഷ്ടം പോലെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ 32 വയസ്സായിട്ടും ഒരിടത്തും എത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. മനസ്സിലായി? അതായത് എവിടെയും കൺസിസ്റ്റന്റ് ആയിട്ട് ആ ചേച്ചിക്ക് നിൽക്കാൻ പറ്റിയില്ല. 32 വയസ്സായി, ഇഷ്ടം പോലെ സമയം മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഇരുന്ന ടൈമിലാണ് ആള് ഹബീമാഡത്തിന്റെ അടുത്ത് വന്നതും. നമ്മളെപ്പോലെ തന്നെ ഒന്നും അറിയാതെ വെറും വട്ടപൂജ്യത്തിൽ കിടന്നിരുന്ന ആളാണ്. നമ്മളെപ്പോലെ തന്നെ ഈ ഒരു 5 ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് ശരിക്കും ഫോറവറിന്റെ ഒരു പൊട്ടൻഷ്യൽ സ്വന്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് അവരിവിടെ സൂപ്പർവൈസറാ. മന്ത്ലി ഒരു 50,000-ത്തിന് മേലെ ഇൻകം വാങ്ങിക്കുന്ന വ്യക്തിയാ. മനസ്സിലായോ? അതാണ് ഫോറവറിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈ ഒരു മീറ്റിൽ തന്നെ ഇഷ്ടം പോലെ പഠിച്ച ആൾക്കാരുണ്ടായിരിക്കാം. അതായത് ഒരുപാട് ക്വാളിഫിക്കേഷൻ കുറെ പഠിച്ച, അതായത് ഇപ്പം PG കഴിഞ്ഞിട്ടും ഡിഗ്രി കഴിഞ്ഞിട്ടും പിന്നെ അതിന് മേലെ ഒരുപാട് എഡ്യൂക്കേഷനും കാര്യങ്ങളും ഉള്ള ആൾക്കാരുണ്ടായിരിക്കാം. എന്നിട്ടും എവിടെ എത്താതെ പോയ ആൾക്കാരുണ്ടായിരിക്കാം. കുറെ എനിക്കറിയാം 20, 30, 40 വയസ്സുള്ള ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു മീറ്റിൽ എന്നെ കേൾക്കുന്നുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ശരിക്കും എന്താണ് നമ്മള് ശരിക്കും ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ 20 വയസ്സിലും 18 വയസ്സിലൊക്കെ മാനേജ് ലെവൽ അച്ചീവ് ചെയ്ത വ്യക്തികളൊക്കെ ഉണ്ട്. ശരിക്കും ആ ഒരു ടൈമിൽ നമ്മളൊക്കെ എന്ത് ചെയ്യായിരുന്നു എന്നുള്ളത് വെറുതെ ഇരുന്ന് ആലോചിക്കുക അല്ലെ? അതാണ് ഞാൻ പറയുന്നത്, ഫോറവറിന്റെ മുന്നിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. അത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ചിലർക്ക് വേണമെങ്കിൽ പറയാം ഞാനൊരു ഹൗസ് വൈഫാണ്, എനിക്ക് കൊച്ചിന്റെ കാര്യം നോക്കാണ്ട്, വീട്ടിലെ കാര്യം നോക്കാണ്ട്, അതിനിടയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വർക്കിന്റെ കൂട്ടത്തിൽ എനിക്കിത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നറിയത്തില്ല. അങ്ങനെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ എക്സാം ആണ്, സ്റ്റഡീസ്, അതുപോലെ തന്നെ സെമിനാർ, വൈവ, അത് ഇതെല്ലാം ഉണ്ട്. ഇതിനിടയ്ക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇതൊന്നും ഫോറവറിന്റെ മുന്നിൽ ഒരു എക്സ്ക്യൂസും അല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തികൾ വരെ മാനേജർ ലെവൽ അച്ചീവ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുണ്ട്. ഇപ്പൊ കാർപ്പള ലെവൽ 3 അച്ചീവ് ചെയ്ത ലോണ വരെ ഈ പറഞ്ഞ എന്താണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അതിനുശേഷം അറിയാലോ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ എത്ര പ്രഷർ പിടിച്ചൊരു പണിയാണ് അല്ലെ? അതും രാവിലെ പോയാലും വൈകുന്നേരമാണ് ആള് വരുന്നത്. എന്നിട്ട് രാത്രിയിൽ
പാർട്ട് ടൈം ആയിട്ടിരുന്ന് വർക്ക് ചെയ്തതിന് ശേഷമാണ് നല്ലൊരു ഇൻകത്തിലേക്ക് കയറിയതും. പിന്നെ ആള് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ള ആ ഒരു വർക്ക് അങ്ങ് റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്തതിന് ശേഷം ഫുൾ ടൈം ഫോറവർ എന്നുള്ള രീതിയിൽ ഫുൾ ടൈമർ ആയിട്ട് ഇറങ്ങിയത് കൊണ്ടാണ് ആളിപ്പോ കണ്ടില്ലേ മന്ത്ലി 5 ലക്ഷത്തിന് മേലെ വരെ ഡോണ വാങ്ങിച്ച മാസങ്ങളുണ്ട്. ഇപ്പോഴും സ്റ്റിൽ അങ്ങനെ തന്നെയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്ലി 5 ലക്ഷത്തിന് മേലെ. ഇതൊക്കെ ഏത് ഓപ്പർച്യൂണിറ്റിക്ക് കിട്ടും അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു 9 to 5 ജോബും ബിസിനസ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ അധികം ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. നമ്മൾ എത്രത്തോളം സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്മാർട്ടായിട്ട് നിൽക്കുന്ന അതിനനുസരിച്ചിട്ടാണ് ശരിക്കും നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ ഇവിടെ മാറ്റിയെടുക്കുന്നത്. വേറെ ആരുമല്ല. ഇപ്പൊ സ്പോൺസർ ആണെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു കാര്യം മാത്രമേ അവർക്ക് ചെയ്യാനുള്ളൂ. ഞങ്ങൾക്കാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരിക, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു കാര്യം മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ഒരു കഴിവും അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്ന രീതിയിലാണ് ശരിക്കും നമ്മുടെ ലൈഫ് ആണെങ്കിലും ഇവിടെ മാറുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. കുറെ കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. എന്നാലും ഞാൻ മുന്നോട്ട് ഇനി വരുന്ന മീറ്റുകളിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ നമുക്കിവിടെ മുന്നോട്ടുള്ള ആ ഒരു 5 ദിവസത്തെ ട്രെയിനിങ് ഞാൻ ഓടിച്ചൊന്ന് പറഞ്ഞു തന്നേക്കാം. അതായത് നിങ്ങൾക്കിവിടെ സാജി പോൾ സാറിന്റെ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിന്റെ ക്ലാസ് തരുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ആദ്യം തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് നമുക്ക് ആദ്യം നോളജ് വേണ്ടത് എന്താ? പ്രൊഡക്റ്റിനെ പറ്റി നല്ലൊരു നോളജ് വേണം അല്ലേ? അതായത് ശരിക്കും എന്താണ് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത്, എങ്ങനെയൊക്കെയാണ് പ്രൊഡക്റ്റ് വരുന്നത് എന്നൊക്കെയുള്ളത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു നോളജ് എന്തായാലും പ്രൊഡക്റ്റിനെ പറ്റി വേണം. അപ്പോൾ പ്രൊഡക്റ്റിനെ പറ്റി ഒരു ബേസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം സാജിപ്പോൾ സാറിന്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം, അതായത് ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഹെൽത്തും വെൽത്തും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാം എന്ന് സുരേഷ് സാർ അതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ മോട്ടോ ഒക്കെ ആണെങ്കിലും ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പറയുന്നുണ്ട്. നിങ്ങൾ കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അതിൽ ശരിക്കും കമ്പനി ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. അതായത് ഇവിടെ താഴെയുള്ള ആൾക്കാരെ പണിയെടുപ്പിച്ചിട്ട് മേലെയുള്ള ആൾക്കാരെ പ്രോഫിറ്റ് വാങ്ങിക്കുക എന്നുള്ള ഒരു സംഭവമല്ല ഇവിടെ വരുന്നത്. നമ്മളെ വളരുന്ന വഴി നമ്മുടെ താഴെയുള്ള ആൾക്കാരെ കൂടെ വളർത്തിയെടുക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പം നിങ്ങളുടെ സ്പോൺസറിന്റെ അടുത്ത് വന്നു. അതായത് നിങ്ങളുടെ സ്പോൺസറിന്റെ അടുത്ത് ഒരു ഓപ്പർച്യൂണിറ്റി തേടി വന്നു. അപ്പം അവരുടെ കയ്യിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തന്നു. നല്ല രീതിയിൽ അവർക്ക് പറ്റും വിധം നിങ്ങൾക്ക് മനസ്സിലാകാൻ പാകത്തിന് പ്രോപ്പർ 5 ദിവസത്തെ ട്രെയിനിങ് വഴി ഫോറവർ എന്താന്നുള്ള നോളജ് പറഞ്ഞു തരിക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ശരിക്കും അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? അതുവഴി മനസ്സിലാക്കി ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ മനസ്സിലാക്കി സ്വന്തമായിട്ട് മുന്നോട്ട് വരിക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തം. അപ്പൊ അതുവഴി അവരും അവിടെ ഗ്രോത്തിലേക്ക് എത്തുന്നുണ്ട്. അവരുടെ പുറകെ നിങ്ങളും ഇവിടെ ഗ്രോത്തിലേക്ക് എത്തുന്നുണ്ട്. അതാണ് ശരിക്കും കമ്പനിയൊക്കെ ആണെങ്കിൽ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ റെക്സ് മോഗൻ പറഞ്ഞത്, ഫോറവറിന്റെ ആളായിട്ടുള്ള റെക്സ് മോഗൻ പറഞ്ഞത് കേട്ടിട്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക എന്നറിയത്തില്ല. എന്താ ദ പവർ ഓഫ് ലവ്, അതായത് എന്തായിരുന്നു ഞാൻ മറന്നുപോയി. ദ പവർ ഓഫ് ഫോറവർ ഈസ് ദ പവർ ഓഫ് ലവ്. അതാണ് ശരിക്കും പറയുന്നത്. അതാണ് ശരിക്കും ഫോറവറിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ അകത്ത് വരുന്നുണ്ട് ട്ടോ. എനിക്ക് എത്രത്തോളം അതായത് കുറെ പോയിന്റ്സ് മനസ്സിലുണ്ട്. എന്തൊക്കെയോ കുറെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുണ്ടായിരുന്നു. എന്നാലും എന്താണ് ഞാൻ ഓർത്ത കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഓറിയന്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞാൽ നമുക്ക് ടെലിഗ്രാമിൽ ഒരു ചെറിയൊരു കുഞ്ഞു ചാനലുണ്ട്. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാണ്ട്, അതായത് നിങ്ങളെ പോലെ തന്നെ ഒന്നും അറിയാതെ വെറും വട്ടപൂജ്യത്തിൽ നിന്ന് വന്ന ആൾക്കാർ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം എന്താണ് നല്ല രീതിയിൽ അവർക്ക് കിട്ടിയ കുഞ്ഞു കുഞ്ഞു ഹാപ്പി മൊമെന്റ്സ്, അച്ചീവ്മെന്റ്സ് ഒക്കെ ഷെയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയൊരു ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ഡിസ്കവർ ചെയ്യുമ്പം ഓരോരുത്തരുടെ ലൈഫ് എത്രത്തോളം ചെറുതായിട്ടാണെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡിസ്കവർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആക്കുന്നത്. നമ്മുടെ എന്താണ് ഡിസ്കവർ ബൈ ഫോറവർ എന്നാണ് ആ ഒരു ടെലിഗ്രാം ചാനലിന്റെ പേര്. പിന്നെ എന്താണ് അതിനുശേഷം പിന്നെ വൈ ഫോറവർ. ശരിക്കും വൈ ഫോറവർ എന്ന് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീട്ടിലിരിക്കുന്ന ഒരുപാട് വ്യക്തികൾക്ക് ഒരുപാട് ഇപ്പം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അച്ഛനും അമ്മയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക, എത്ര എന്ന് വെച്ചിട്ടാണ് അമ്മയുടെ മുന്നിൽ കൈ നീട്ടുന്നത്. ഇനിയെങ്കിലും സ്വന്തമായിട്ട് ഒരു പൈസ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഹസ്ബൻഡിനെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ഇഷ്ടം. ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അപ്പൊ എന്താണോ നിങ്ങളുടെ ആഗ്രഹം, എന്താണോ നമ്മുടെ ആവശ്യം, അത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി എങ്ങനെ നേടിയെടുക്കാം എന്ന് പറഞ്ഞു തരുന്ന സുരേഷ് സാറിന്റെ നല്ലൊരു സെക്ഷനാണ് വൈ ഫോറവർ. പിന്നെ ഇൻസ്റ്റാഗ്രാം ഡിസ്കവർ ചെയ്യാണ്ട് അങ്ങനെ പോയി നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ മെയിൻ പ്രോഗ്രാം ആക്ഷൻ പ്ലാൻ. അതായത് ഈ ഒരു ആക്ഷൻ പ്ലാനിലാണ് സുരേഷ് സാർ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ഈ ഒരു വർക്ക് എങ്ങനെ ആക്ഷനിലേക്ക് എത്തിക്കാം എന്നുള്ളത് സുരേഷ് സാറിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് 2 രീതിയിൽ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നെങ്കിൽ മീഡിയം ട്രാക്ക് വഴി, അല്ലെങ്കിൽ
ഫാസ്റ്റ് ട്രാക്ക് വഴി. ഇനി എന്താണ് മീഡിയം ട്രാക്ക്, എന്താണ് ഫാസ്റ്റ് ട്രാക്ക് എന്നുള്ളത് എനിക്ക് ഈ ഒരു മീറ്റിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ല. കാരണം എന്നെ ഈ ഒരു മീറ്റിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഇത്രേ ഉള്ളൂ. എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോഴല്ല, നമ്മുടെ ഒരു 5 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്നും സെലക്ടഡ് ആയിട്ട് മുന്നോട്ട് വരുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു ഹബീബ് മാഡത്തിന്റെ ഒരു ഫൈനൽ സെലക്ഷൻ മീറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനും എന്റെ അസിസ്റ്റന്റ് മാനേജർ ആയിട്ടുള്ള ജാസ്മിൻ കൂടെ ഉള്ള ചെറിയൊരു മീറ്റും കൂടെ ഉണ്ട്. അപ്പൊ ആ ഒരു മീറ്റിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് എന്താണ് മീഡിയം ട്രാക്ക്, എന്താണ് ഫാസ്റ്റ് ട്രാക്ക് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ ഒരു ഒറ്റ പ്രാവശ്യം ഫോറവറിന്റെ കുറച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ മാസവും എപ്പോഴൊന്നും അല്ല, ലൈഫിൽ തന്നെ ഒരു ഒറ്റ പ്രാവശ്യം ഫോറവറിന്റെ കുറച്ച് പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. അത് പിന്നെയല്ല, നമ്മുടെ ഒരു 5 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു വൺ ടൈം വൺ ടൈം പർച്ചേസ് വരുന്നുണ്ട്. അത് ശരിക്കും കമ്പനി നമ്മളോട് പറയുന്നത് പേഴ്സണലി നമ്മൾ യൂസ് ചെയ്ത് നോക്കാനാണ്. അപ്പൊ ഇപ്പൊ വിചാരിക്കായിരിക്കും, അയ്യോ ചേച്ചി ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലായിട്ടല്ലേ ഞങ്ങൾ പാർട്ട് ടൈം അന്വേഷിച്ച് വന്നേ, ആ പൈസ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് വെച്ച് ജീവിച്ചാൽ പോരെ, പാർട്ട് ടൈം നോക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെ ഇത് നോക്കേണ്ട ആവശ്യമുണ്ടോന്ന്. അങ്ങനെയല്ല. അതായത് ശരിക്കും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന വ്യക്തിക്ക് കമ്പനി വർക്ക് കൊടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതെന്തിനാ ശരിക്കും ആ ഒരു ടേൺ ഓവർ എന്ന് വെച്ചാൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ആ ഒരു ടേൺ ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ: ഒന്ന്, നമ്മുടെ ID ആക്ടിവേഷന് വേണ്ടിയിട്ടും, രണ്ട്, നിങ്ങൾക്ക് പ്രൊഡക്റ്റിനെ അറിയാനുള്ള ഒരു ചാൻസുമാണ്. മനസ്സിലായോ? അതായത് ഒന്നെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ മെമ്പർഷിപ്പ് എടുത്ത ടൈമിൽ നിങ്ങളുടെ പേരിലുള്ള ആ ഒരു ID ഇല്ലേ, അതിപ്പം ഇനാക്റ്റീവ് ആണ്. ആ ഒരു ID ത്രൂ ലൈഫിൽ തന്നെ ഒരു ചെറിയൊരു ചെക്കൗട്ട് എങ്കിലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആക്റ്റീവ് അല്ലാത്ത ID എല്ലാം കമ്പനി കട്ടാക്കി കളയും. പിന്നെ നിങ്ങൾക്ക് ഫോറവർ ഒരു അവസരം ഉണ്ടാവില്ല. അതാണ് വേറൊരു കാര്യം. അതായത് ഫോറവർ എന്നൊരു അവസരം ഒരാളുടെ ലൈഫിൽ ഒരു ഒറ്റ പ്രാവശ്യം കിട്ടുള്ളൂ. നേരത്തെ അങ്ങനെയല്ല, നമുക്ക് ID കട്ടായി പോയാലും നമുക്ക് പുതിയ ID കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതായത് ഒരു ID കട്ടായി പോയാൽ കട്ടായതാ. പിന്നെ നമ്മൾ ഇരുന്ന് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അയ്യോ ഒന്ന് കയറിയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ആ ഒരു വൺ ടൈം പർച്ചേസ് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ID ആക്ടിവേഷന് വേണ്ടിയിട്ടും, പ്ലസ് നിങ്ങൾക്ക് പ്രൊഡക്റ്റിനെ അറിയാനുള്ള ഒരു ചാൻസ്. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ എന്തായാലും പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം യൂസ് ചെയ്ത് നമുക്കാണ് റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളാണ് സ്വന്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മളിവിടെ സ്വന്തമായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെ? അല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിക്കാനോ വിറ്റുകൊണ്ട് നടക്കാനോ ഒന്നും അല്ല കമ്പനി പറയുന്നത്. ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്, നമുക്ക് എക്സ്പീരിയൻസ് കിട്ടാൻ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല്, നിങ്ങളിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, ഒരു 5-6 മാസമായി. 5-6 മാസമായി കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ താഴെ വരുന്ന ഒരു പ്രോസ്പെക്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുക, ഈ പറയുന്നതൊക്കെ ശരിയാണോ, നിങ്ങൾ ഇതുവല്ല യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ, ഇത് പറയുന്ന പോലെ തന്നെ വല്ല റിസൾട്ടും കിട്ടുന്നതാണെന്നുള്ളത് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ, ഏയ് ഞാനെങ്ങും പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് പ്രൊഡക്റ്റിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ നാണം കെടുന്നവരാ? നിങ്ങളാണ്. പക്ഷെ അതേ സമയം ഈ പറഞ്ഞ പോലെ ഞാനും എന്റെ ഫാമിലി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഇമേജ് സഹിതം നമുക്കവിടെ റിസൾട്ട്, നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതാണ് ജെനുവിൻ ബിസിനസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാം ഫേക്ക് ബിസിനസ്സാണ്. അതായത് പ്രൊഡക്റ്റിനെ അറിയാതെ ഒരു വ്യക്തിക്ക് ഫോറോൾ ഒരു ഗ്രോത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പ്രൊഡക്റ്റിനെ അറിയാനുള്ള ഒരു ചാൻസ് മാത്രമാണ് ആ ഒരു വൺ ടൈം പർച്ചേസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ പർച്ചേസ് എന്ന് കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് എങ്ങനെ അച്ചീവ് ചെയ്യാം, കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും അതൊക്കെ എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് ആ ഒരു ഫൈനൽ സെലക്ഷൻ മീറ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഈ പറയുന്നത് ഞാനടക്കം എൻ്റെ കയ്യിൽ ഒരു 10 പൈസ പോലും ഇല്ലാതെയാണ് ഞാനിവിടെ വന്നത്. എന്റെ ബാങ്ക് ബാലൻസ് 0 ആയിരുന്ന സമയത്തായിരുന്നു. ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരുന്നെങ്കിലും പക്ഷെ ആ ഒരു സമയമായപ്പോഴത്തേക്ക് എന്റെ കയ്യിലുള്ള ഇൻകം കാര്യങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന പോലെ തന്നെ എന്താണ് ഇവിടെ വന്നതും. പിന്നെ ബിഗ് സീറോ ആയിരുന്നു ആ സമയത്ത്. അതിനുശേഷം പിന്നെ ഞാൻ ഈ ഒരു വൺ ടൈം പർച്ചേസ് വന്നപ്പോൾ എന്റെ സ്പോൺസറിനോട് പറഞ്ഞു, അയ്യോ ചേച്ചി ഇങ്ങനെയൊക്കെയാണുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ആ ചേച്ചി പറഞ്ഞു, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നമുക്കിവിടെ മുന്നോട്ട് ഓരോ വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്റെ സ്പോൺസറിന്റെ ഒരു സപ്പോർട്ട് കൂടി ആണ് ഞാനിവിടെ ശരിക്കും നല്ല രീതിയിൽ മുന്നോട്ട് വന്നത്. ഇവിടെ നമ്മളെ മൈൻഡ് സെറ്റിനാണ് ഇമ്പോർട്ടൻസ്. മനസ്സിലായോ? അതായത് നമ്മൾ എത്രത്തോളം പാഷനേറ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നല്ലോ, എത്രത്തോളം ഫൊറോറിനെ നിങ്ങൾ അറിഞ്ഞു വരുന്നു, അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്കിവിടെ ഗ്രോത്ത് വരുന്നത്. അപ്പൊ ആ പർച്ചേസിന്റെ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെല്ലാം നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഫോറോറിനെ മനസ്സിലാക്കുക. നമ്മുടെ ഒരു 5 ദിവസത്തെ ട്രെയിനിങ് വഴി ഫോറോർ എന്താന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കി നോളജ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യം. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ സ്പോൺസർ ആയിരിക്കും നിങ്ങളെ സെലക്ടഡ് ആക്കി മുന്നോട്ട് വിടുന്നത്. അല്ലാതെ നിങ്ങൾ ഈ ഒരു മീറ്റിലിരിക്കുന്ന എല്ലാ വ്യക്തികളും അവസാനം വരെ എത്തണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും അവിടെ എത്തുകയില്ല. മനസ്സിലായില്ലേ? അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ചെയ്യേണ്ട കാര്യമാണത്. അത് നിങ്ങൾക്ക് പ്രൊഡക്റ്റിനെ യൂസ് ചെയ്യുന്ന, അതായത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഡെയിലി നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഒരു സാധനം ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രത്തോളം റിസൾട്ട് ആണ്, എത്രത്തോളം ബെനിഫിറ്റ് ആണെന്നുള്ളത് ഞാൻ എത്ര പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ മാത്രമേ എന്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ആ ഒരു വൺ ടൈം പർച്ചേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമ്പനി വെച്ച് തന്നിരിക്കുന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞു തരാം. അതായത്
അധികം ആൾക്കാരും ഇപ്പോൾ ഉള്ള അധികം ആൾക്കാരും ഫറോവറിനെ അറിയുന്ന ആൾക്കാർ ഒരു 90% ആൾക്കാരും ഫറോവറിനെ അറിയാം. പക്ഷെ എങ്ങനെയാന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാ അല്ലെ. അതിന് മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ സ്പോൺസറിന്റെ ഗൈഡൻസ്. ഇപ്പൊ ഈ ഒരു മീറ്റിൽ തന്നെ നേരത്തെ ഫറോവറിൽ വന്നിട്ട് കിറ്റ് ചെയ്ത് പോയിട്ട് പിന്നെയും വന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പൊ അവിടെ മെയിൻ ആയിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ സ്പോൺസറിന്റെ ഗൈഡൻസ് നല്ല രീതിയിൽ ഒരു വ്യക്തിക്ക് എന്താ ഇപ്പൊ നിങ്ങളെ പോലെ ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മളൊരു സ്പോൺസറിന്റെ അടുത്ത് ചെല്ലുക, അല്ലെങ്കിൽ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തി ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് പ്രോപ്പർ നോളജ് ഇല്ലാതെ ഒരു വ്യക്തി ഒരു സ്റ്റുഡന്റോ ഹൗസ് വൈഫോ ആരാന്ന് വെച്ചാൽ അവിടെ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്താ അവര് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അവിടെ എൻക്വയറി ആയിട്ട് ചെന്നു. അപ്പൊ നമ്മളിങ്ങനെ അവിടെ ചെന്ന ടൈമിൽ ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കുമല്ലോ. എന്താ വർക്ക്, നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അവരവിടെ പ്രോപ്പർ ആയിട്ട് നോളജ് പറഞ്ഞു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനടക്കം നിങ്ങളടക്കം എന്താ പറയാ ഇവരൊന്നും വിട്ട് പറയുന്നില്ല, അല്ലെ ഇത് ഉടായിപ്പാണ്, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിനൊന്നും അല്ലല്ലോ ഇവർ ആൻസർ പറയുന്നേ എന്നുള്ള രീതിയിൽ ഒരു ജഡ്ജ്മെന്റിലേക്കാണ് നമ്മൾ അവിടെ പോകുന്നത്. അതിന് മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ സ്പോൺസറിന്റെ ഗൈഡൻസ്. നല്ല രീതിയിൽ ഒരു വ്യക്തിക്ക് ഇവിടെ നോളജ് ഇല്ലാതെ ഒരു വ്യക്തി ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ ആരാണെങ്കിലും ഇങ്ങനെ നെഗറ്റീവ് ആകത്തുള്ളൂ. അതാണ് ഒരുപാട് ഇപ്പം ഞാൻ എപ്പോഴും എടുത്ത് പറയുന്ന കാര്യമാണ്. എന്റെ എല്ലാ ഇന്ററാക്റ്റീവ് സെഷനിലും ഞാൻ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ മറ്റേ യൂട്യൂബിന്റെ കാര്യം. അധികം ആൾക്കാരും ഇപ്പം നിങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ യൂട്യൂബിലൊക്കെ പോയി വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വന്ന ആൾക്കാരായിരിക്കാം. ഞാനത് തുറന്നു പറയും, കാരണം നിങ്ങൾ അറിയുക തന്നെ ചെയ്യണം. നമ്മുടെ എന്താ മുന്നേ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു നല്ല സോഴ്സസ് ഉപയോഗിച്ച് ഫോറവറിനെ ഡിസ്കവർ ചെയ്യാന്നുള്ളത്. നല്ല സോഴ്സസ് ഞാൻ ഉപയോഗിച്ചത് ഗൂഗിള്, ഇൻസ്റ്റാഗ്രാം, പിന്നെ ഓഫ്ലൈൻ ആയിട്ട്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുന്നേ ഞാൻ ഈ ഒരു യൂട്യൂബിന്റെ കാര്യങ്ങളൊന്ന് ക്ലിയർ ആക്കാം. അതായത് ഇപ്പം ഞാനടക്കം അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ അല്ലാന്ന് പറയുന്നില്ല, ഞാനടക്കം ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. നിങ്ങൾക്ക് അറിയാലോ, ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഓരോ സെഷൻ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാ അല്ലെ. അടുത്ത എന്താണ് അടുത്ത എന്താന്ന് അറിയാനുള്ള വലിയൊരു താല്പര്യമായിരിക്കും. അപ്പൊ ഞാനും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലേ, ഞാൻ ഓൾറെഡി ഡയറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ട്രെയിനിങ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ഒന്നും അല്ലെങ്കിലും അത്രയും 100% ജെനുവൻ ആയിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പാകത്തിലുള്ള, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും നമ്മളോട് വന്ന് പറഞ്ഞാൽ അവർക്ക് കണ്ണും പൂട്ടി പറഞ്ഞു കൊടുക്കാൻ പാകത്തിലുള്ള ഒരു ഇതാണല്ലോ നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളത് വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നെ അങ്ങോട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി കൂടിപ്പോയിട്ട് ഞാനും നേരെ ചെന്ന് നോക്കിയത് യൂട്യൂബിലാ. അവിടെ പോയി നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് നെഗറ്റീവ് വീഡിയോ, നെഗറ്റീവ് കമന്റ്, അങ്ങനെയാ ഇങ്ങനെയാ അതായത് എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണ, തട്ടിപ്പാ ഫേക്കാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംശയങ്ങൾ, ഒരു താടിക്കാരന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഈ പറയുന്ന വ്യക്തികളാണോ നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചാൽ മതി അല്ലെ. അതായത് ഇപ്പൊ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അവരൊന്നും പ്രോപ്പർ ആയിട്ട് ഫറോവറിനെ പറ്റി മനസ്സിലാക്കാതെ വെറുതെ അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് ഈ പറയുന്ന പോലെ ഒരു വീഡിയോ ഉണ്ടാക്കി റീച്ച് കൂട്ടുക എന്നുള്ള. ഇപ്പൊ ഒരു താടിക്കാരന്റെ വീഡിയോ നിങ്ങൾ അധികം കണ്ടിട്ട് കാണുമായിരിക്കും. അപ്പൊ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അധികം അയാളുടെ കണ്ടന്റ് എന്ന് വെച്ചാൽ ഫുൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം, എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എല്ലാം. ഫറോവറിന്റെ മാത്രമല്ല, ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും ഫുൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടാണ് അയാൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോറവർ എന്നുള്ള ഒരു കണ്ടന്റ് കിട്ടിയപ്പോഴത്തേക്ക് അയാൾ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ വെച്ചിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് വീഡിയോ ഇട്ടു. വീഡിയോ ഇട്ടപ്പോഴത്തേക്കും നമ്മൾ പുതിയതായിട്ട് വരുന്ന വ്യക്തികൾ, നിങ്ങളെ ഫോറവറിനെ ഒന്നും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാതെ വരുന്ന നിങ്ങൾ എന്താ ചെയ്യുന്നത്? അങ്ങനെ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് അയാൾ പറയുന്നതിന്റെ പേരിലാണ് ഫോറവറിനെ ജഡ്ജ് ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടോ ഇതെന്താ സംഭവം എന്താണെന്ന് നമ്മൾ സ്വന്തമായിട്ട് അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അവർ പറയുന്നതിന്റെ പേരിലാണ് നമ്മളവിടെ ഫറോവറിനെ ജഡ്ജ് ചെയ്തത്. അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നിങ്ങളാണെങ്കിലും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരൊറ്റ വീഡിയോ, അല്ലെങ്കിൽ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് എന്ത് കിട്ടി, നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അല്ലെ. അതായത് ഫറോവർ അയാളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ യൂട്യൂബറിനെ സംബന്ധിച്ച്, ഫറോവർ എന്നുള്ള ചെറിയൊരു കണ്ടന്റ് വെച്ചിട്ട് അയാൾ വീഡിയോ ഉണ്ടാക്കി റീച്ച് കൂട്ടി അയാൾ ഒരു സൈഡിൽ കൂടെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? അതേസമയം നല്ലൊരു ലൈഫ് ആഗ്രഹിച്ച് വന്ന നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അവിടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നഷ്ടം വന്നു അല്ലെ. അപ്പൊ ശരിക്കും ആരാണ് അവിടെ ഫുള്ളായത്, അല്ലെങ്കിൽ ആർക്കാണ് അവിടെ നഷ്ടം വന്നത്? നമുക്ക്. അതാണ് ഞാൻ മുന്നേ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാ. ഒരു വ്യക്തിയും നിങ്ങൾക്ക് ഒന്നും കൊണ്ടുതരാൻ വേണ്ടി പോകുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ആ ഒരു ആവശ്യഘട്ടം വരുമ്പോൾ ആരും നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ല. ഈ പറയുന്ന ആൾക്കാരോ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരോ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മളന്ന് സ്വന്തം കാലം നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെയും കാല് പിടിക്കാൻ പോകേണ്ട അവസ്ഥ വരുന്നില്ല. ഞാനത് പ്രത്യേകം എടുത്ത് പറയാൻ കാര്യം, എനിക്ക് നല്ല രീതിയിൽ വാശിയുണ്ട്. ഫറോവറിനെ ആരെങ്കിലും നെഗറ്റീവ് പറയുന്നതോ
കുറ്റം പറയുന്നത് എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഫോറെവർ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമും കൊണ്ട് മാത്രം രക്ഷപ്പെട്ടുന്ന ഒരു വ്യക്തിയാണ്. നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ വലിയൊരു ലെവൽ, അത് ലെവലെന്നല്ല, ഫോറെവറിന്റെ രീതിക്ക് നല്ല ലൈഫിൽ തന്നെ വലിയൊരു അച്ചീവ്മെന്റ് നമുക്ക് നേടാൻ പറ്റുന്നുള്ളത് എന്റെ എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സീരിയസ് ആയിട്ട് ജെനുവിൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം പോട്ടെ നല്ലൊരു ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രോപ്പറായിട്ട് 5 ദിവസത്തെ ട്രെയിനിങ് ഉണ്ട്. മാക്സിമം നിങ്ങളത് നല്ല രീതിയിൽ സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് വരുമ്പോൾ ഒരു തീരുമാനം എടുക്കുക. അല്ലാതെ ഇവിടെ നിങ്ങളുടെ സ്പോൺസർ അടക്കം ഒരു വ്യക്തിയും ക്യാൻവാസ് ചെയ്യാനോ കൺവിൻസ് ചെയ്യാനോ ഒന്നും വരത്തില്ല. ഓക്കെ, അത് ഞാൻ ക്ലിയർ ആക്കി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഓഫ്ലൈൻ നല്ല രീതിയിൽ നല്ല സോഴ്സസ് ഉപയോഗിച്ച് ഫോറെവറിനെ ഡിസ്കവർ ചെയ്യുക. നല്ല സോഴ്സസ് ഞാൻ ഉപയോഗിച്ചത് ഗൂഗിള്, ഇൻസ്റ്റഗ്രാം, ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് തരാം. ഒന്ന്, നമ്മുടെ നിങ്ങളുടെ റിലേറ്റീവ്സോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലുമൊക്കെ പുറത്തൊക്കെ ഉണ്ട്, ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം അവര് ജസ്റ്റ് വിളിക്കുക, ഫോൺ എടുക്കുക, വിളിക്കുക, ഇത്ര ചോദിച്ചാൽ മതി. നിങ്ങളുടെ രാജ്യത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് ഫോറെവർ എന്ന ഒരു കമ്പനിയെ പറ്റി ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. ഇനി ഒന്നും വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോന്ന് അറിയത്തില്ല, നമ്മുടെ ഫോറെവറിന്റെ ഒഫീഷ്യൽ RDO ഓഫീസ് വരുന്നത് വൈറ്റിലയില. കേരളത്തിലാകെ ഫോറെവറിന് ഒരൊറ്റ ഒഫീഷ്യൽ ഓഫീസേ ഉള്ളൂ, അത് നമ്മുടെ വൈറ്റിലയിലാണ്. വൈറ്റില പവർ ഹൗസിന് തൊട്ട് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ലൊക്കേഷൻ വേണമെങ്കിൽ നിങ്ങളുടെ സ്പോൺസറിനോട് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് അവിടെ അവർ അയച്ചു തരും. നിങ്ങൾക്ക് എല്ലാ വീക്കെൻഡിലും ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച നിങ്ങൾക്ക് എല്ലാ വീക്കെൻഡിലും അവിടെ പ്രോസ്പെക്റ്റിന് വേണ്ടിയിട്ട്, ട്രെയിനിങ്ങിൽ കൂടി പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓഫ്ലൈനായിട്ട് ഫോറെവറിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈറ്റില ഓഫീസിൽ വെച്ചിട്ട് തന്നെ ഓഫ്ലൈൻ മീറ്റിംഗ് വെക്കാറുണ്ട്. നിങ്ങൾക്ക് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അതായത് എത്ര എന്താ ഒരു ഡിസ്റ്റൻസ് ഉള്ള ആൾക്കാരായിക്കോട്ടെ, അതിപ്പം കോഴിക്കോട്, കണ്ണൂര്, ഇടുക്കി, അങ്ങനെ കൊല്ലം, അങ്ങനെ പല ഭാഗത്തുള്ള ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ടാവും അറിയാം. അപ്പൊ എത്ര ഡിസ്റ്റൻസ് ഉള്ള ആൾക്കാരാണെങ്കിലും എന്റെ ഒപ്പീനിയനിൽ നിങ്ങൾ മാക്സിമം റിസ്ക് എടുത്ത് വരാൻ പറ്റുവാണെങ്കിൽ വന്ന് ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. അത് ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്പോൺസേഴ്സ് നിങ്ങളോട് പറയും. നിങ്ങൾക്ക് ഓഫ്ലൈൻ മീറ്റിംഗ് കൂടാൻ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അവിടെ വന്നാൽ 1 ഓഫീസ് കാണാം, 2 പ്രൊഡക്റ്റ് ഡയറക്റ്റ് കാണാം, 3 ഈ ഇൻസ്റ്റയിലും അല്ലെങ്കിൽ ടെലിഗ്രാമിലൊക്കെ നിങ്ങൾ പരിചയപ്പെട്ട മാനേജേഴ്സ് ആയിരിക്കും നിങ്ങളോട് അവിടെ സംസാരിക്കാൻ വരുന്നത്. ഓരോ ആഴ്ചയിലും 2 അല്ലെങ്കിൽ 3 മാനേജേഴ്സ് വെച്ചിട്ടായിരിക്കും നിങ്ങളോട് അവിടെ സംസാരിക്കാൻ വരുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് അവരുടെ ക്ലാസ്സും കേട്ടിട്ട് ഒരു 11:30 കഴിയുമ്പോഴത്തേക്കായിരിക്കും സമയം വരുന്നത്. ക്ലാസ് കാര്യങ്ങളെല്ലാം കേട്ട് എല്ലാ ഡൗട്ട് കാര്യങ്ങളും ക്ലിയർ ആക്കി നിങ്ങൾക്ക് അത്രയും സാറ്റിസ്ഫാക്ഷനോട് കൂടി തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് പറ്റും. അത് കുറച്ചും കൂടെ ഇപ്പം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല, സ്പോൺസറിനെ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല, അപ്പൊ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നുള്ള ഒരു ഡൗട്ടില്ല. അപ്പൊ അതിന് കൂടി ആൻസർ ആയിട്ടാണ് ഈ പറഞ്ഞ ഓഫ്ലൈൻ മീറ്റിംഗ് ഒക്കെ ആണെങ്കിലും വെച്ച് തരുന്നത്. അത് നിങ്ങളുടെ സ്പോൺസറിനോട് ചോദിച്ചാൽ ഇത് പറഞ്ഞു തരും, ഡേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, നിങ്ങൾക്ക് ലൊക്കേഷനൊക്കെ അയച്ചു തരും. മാക്സിമം പോകാൻ പറ്റുമെങ്കിൽ പോയി അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയുന്ന ഒരു കാര്യം. കാരണം ഓഫ്ലൈൻ മീറ്റിംഗ് നല്ല റിസൾട്ടും ഉണ്ട്. കാരണം നല്ല രീതിയിൽ ആൾക്കാർ ഓഫ്ലൈൻ ആയിട്ട് മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഒരുപാട് വ്യക്തികളാണെങ്കിൽ ഇപ്പൊ വർക്കിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഭയങ്കര ഹെൽപ്പാണ്. ഇപ്പൊ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ മാക്സിമം അച്ഛനെയും അമ്മയും കൂട്ടിയിട്ട് തന്നെ നിങ്ങൾ പോവുക. ഹസ്ബൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഹസ്ബൻഡിനെ കൂട്ടിയിട്ട് തന്നെ ആ ഒരു പ്രോഗ്രാം കേൾക്കാൻ പോകണം. കാരണം കൂടെയുള്ള വ്യക്തികളും കേൾക്കണം. ശരിക്കും നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനി എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് അവരെ ഇരുത്തി കേൾക്കുക തന്നെ ചെയ്യണം. അതാണ് ഓഫ്ലൈൻ മീറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഈ വരുന്ന എന്താണെന്നുള്ളത് ഈ ഒരു മീറ്റ് കഴിഞ്ഞതിന് ശേഷം സ്പോൺസറിനോട് ചോദിച്ചാൽ പറഞ്ഞുതരും. നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള വ്യക്തികളാണെങ്കിൽ ലൊക്കേഷൻ സ്പോൺസർ അയച്ചു തരും. ഓക്കെ, അപ്പൊ അതാണ് ഓഫ്ലൈൻ മീറ്റിന്റെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ, ആ ഒരു 1 day ടേൺ ഓവർ കംപ്ലീറ്റ് ആക്കി വരുന്ന വ്യക്തികൾക്കായിരിക്കും നമ്മൾ TTCയിൽ സീറ്റ് കൊടുക്കുന്നത്. അതായത് ടീം ട്രെയിനിങ് കോഴ്സ് എന്ന് പറയും. അതൊരു ഏകദേശം ഒരു 4-5 ദിവസത്തെ കാര്യമാണുള്ളത്. പക്ഷെ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഈ ഒരു TTC കോഴ്സ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതായത് ഇപ്പൊ ഇതിൽ തന്നെ ഒരുപാട് ഹൗസ് വൈഫ് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, വിചാരിക്കും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ഹൗസ് വൈഫ് ആയതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ, അത് ബിസിനസ് എന്നുള്ള രീതിയിലല്ല ഇത് വരുന്നത്. അപ്പൊ ഞാൻ എത്രത്തോളം എന്താ ഹാർഡ് വർക്ക് ചെയ്താലും ഇവരെ പോലെ എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കൊച്ചിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കിതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നേരം കാണുമോ എന്നുള്ള രീതിയിൽ ഒരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പം പിന്നെ സ്റ്റുഡൻസ് ആണെങ്കിൽ തന്നെ എക്സാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആൻസർ ആണ് നമ്മുടെ TTC കോഴ്സ് എന്ന് പറയുന്നത്. അതായത് TTC മീൻസ് ടീം ട്രെയിനിങ് കോഴ്സ്. അതാണ് ശരിക്കും ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ A to Z, അതായത് ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് മുതൽ A to Z എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്
ഈ ഒരു TTC കോഴ്സിലായിരിക്കും. അപ്പൊ അത് ഒരു 4 ദിവസത്തെ കാര്യമുള്ളൂ. നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് ഈ ഒരൊറ്റ കോഴ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ കാര്യം ലാസ്റ്റ് പറയാം. ഞാനൊക്കെ ഭയങ്കര ഇന്റർവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അതിൽ നിന്നും ഇത്രയും ഡെവലപ്പ് ആവാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോർ കാരണം മാത്രം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഈ ഒരു TTC കോഴ്സ് തന്നെയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ എക്സ്ക്യൂസിനും വേറെ കാര്യത്തിനും ഒന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഇവിടെ മൈൻഡ് സെറ്റിനാണ് ഇമ്പോർട്ടൻസ്. അതായത് ഈ ഒരു 5 ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ, അതായത് ബാക്കി നിങ്ങളുടെ അതേ സിറ്റുവേഷൻ തന്നെ ബാക്കിയുള്ളവരിൽ ഇവിടെ കാണും. അതേ സിറ്റുവേഷനിലുള്ള ആൾക്കാരാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ അടുത്ത് വരുന്ന വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആയിക്കോട്ടെ. ഞാനത് പറയാൻ വിട്ടുപോയതാണ് മുന്നേ. അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന സമയത്ത് എനിക്ക് ഇൻസ്പിറേഷൻ ആയത് എന്റെ അപ്ലൈൻ മാനേജർ ആയിട്ടുള്ള ഹബീബ് മാഡായിരുന്നു. കാരണം ഞാൻ നോക്കുമ്പോൾ അവിടെ 2 പിള്ളേരുണ്ട്, ഇവിടെ ചെറിയൊരാളുണ്ട്. അപ്പൊ അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം ഇത്ര ചെറിയൊരു മാസങ്ങൾ കൊണ്ട് ഇവിടെ ഒരു മാനേജർ ലെവൽ അച്ചീവ് ചെയ്ത് മന്ത്ലി ഒരു 1 lakh വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? ഇത് തന്നെയാണ് ഞാൻ നിങ്ങളിലേക്കും പറഞ്ഞു തരുന്നത്. ഞാൻ അന്ന് അത് ചിന്തിച്ചു, ഞാൻ ഇന്നത് പ്രവർത്തിച്ചും കാണിച്ചു. കാരണം അന്ന് ഹബീബാട് അങ്ങനെ എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടെങ്കിൽ അതേ ലെവലിലേക്ക് ഞാൻ ഇന്ന് എത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവരുടെ ഒപ്പം ഞാൻ ഇന്ന് എത്തിയിട്ടുണ്ട്. കാരണം എന്താ? അതെന്റെ വാശിയായിരുന്നു. എനിക്കും അത് നേടണം, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കും അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള എന്റെ ഒരൊറ്റ വാശിപ്പുറത്താണ് ഞാനിവിടെ കയറി വരുന്നത്. അപ്പൊ അതേ കൈ എന്താ ഇത് തന്നെയാണ് നിങ്ങളുടെ കയ്യിലും കിട്ടിയിരിക്കുന്നത്.